നമസ്കാരം. കേരളത്തിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന നുണയിൽ ഏറ്റവും മുന്തിയത് അബ്സല്യൂട്ട് നുണ എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അത്? സർക്കാർ ആശുപത്രിയിൽ മുഴുവൻ ചികിത്സാ പിഴവും സ്വകാര്യ ആശുപത്രിയിൽ അതില്ല എന്നുമുള്ള മാധ്യമ നാട്യം. റിസർച്ച് ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നു. കെ ശൈലജ ടീച്ചർ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം, KG ജേക്കബ് ഡെക്കാൻ ക്രോണിക്കൽ, ഒപ്പം തന്നെ ഡോക്ടർ ജോ ജോസഫ്, കാർഡിയോളജിസ്റ്റ് ലിസി. ആരോഗ്യ രംഗം ആടി ഉലയുകയാണ് സർ എന്നാണ് ഇന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ ഹെഡ്ലൈൻ. അതിലേക്ക് വരാം. അതിനു മുമ്പ് വീണ ജോർജ് ആരോഗ്യമന്ത്രി പറയുന്നത് സ്വകാര്യ ആഗോള കുത്തകകളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് മാധ്യമങ്ങൾ നടത്തുന്നത് എന്നാണ്. പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെ നല്ലതാണ് എന്ന് വരുത്തി തീർക്കുകയും പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങളിലാണെങ്കിലും ഞാൻ ഈ സ്വകാര്യ ആശുപത്രിയിലെ സംഭവം ചൂണ്ടിക്കാണിച്ചത് അവിടെ ഒരാളെയും ഞാൻ കണ്ടില്ലല്ലോ. അവിടെ ആംബുലൻസ് അയച്ചവരെയും കണ്ടില്ല, അവിടെ പ്രതികരിച്ചവരെയും കണ്ടില്ല, അവിടെ യൂത്ത് കോൺഗ്രസിനെ കണ്ടില്ല. അവിടെ ഒരു തരത്തിലുള്ള, അതായത് സർക്കാർ സംവിധാനങ്ങൾ അപ്പാടെ തകർച്ചയിലാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ സ്വകാര്യ കുത്തകകളെ, കേരളത്തിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് VD സതീശനും കൂട്ടരും എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീമതി ശൈലജ ടീച്ചർ, നോക്കൂ, യഥാർത്ഥത്തിൽ നമ്മുടെ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ 11.29 കോടി ആളുകളാണ് ചികിത്സക്കായി എത്തുന്നത്. ചികിത്സാ പിഴവ് പരാതിയായി 27 അതിൽ 26 മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നും കണക്കുകളുണ്ട്. കേരളത്തിലേത് 5% ആവറേജ് പരാതി. ഇതിൽ തന്നെ ഉയർന്ന പരാതികളിൽ 92.34% പരാതികളും സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടവയാണ്. സർക്കാർ ആശുപത്രികളിൽ വെറും 7.36% മാത്രം. അപ്പോൾ ഞാനും ജേക്കബും ഒക്കെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങളിൽ പക്ഷേ നമ്മൾ ഈ 92.34% പരാതികളെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല. 7.36% പരാതികളാണ് കേൾക്കുന്നത്. പിന്നെ നമുക്ക് ഈ സ്വകാര്യ നിക്ഷേപത്തിൻ്റെ കണക്കുകളുണ്ട്. ആഗോള നിക്ഷേപ കമ്പനികൾ KKRും അതുപോലെ ബ്ലാക്ക് സ്റ്റോണും അതുപോലെ TPG ഗ്രോത്തും ഒക്കെ തന്നെയും വലിയ തോതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ ChatGPTയോടൊക്കെ ചോദിച്ചാൽ 6000 കോടിയുടെ നിക്ഷേപമാണ് വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിലോ വർഷങ്ങൾക്കുള്ളിലോ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ പറയുന്ന TPG ആണെങ്കിലും ബ്ലാക്ക് സ്റ്റോൺ ആണെങ്കിലും KKR ആണെങ്കിലും അടിസ്ഥാനപരമായി ഹോസ്പിറ്റൽ നടത്തുന്നവരല്ല. ഇവർ വിവിധ മേഖലകളിൽ, അതായത് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തി അതിൽ നിന്നുള്ള ലാഭം, അത്രയധികം വലിയ തോതിൽ ലാഭം കിട്ടുന്ന മേഖലയായിട്ട് കേരളത്തിലെ ആരോഗ്യരംഗം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ തന്നെ എല്ലാം പറയുന്നില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ കുറേയധികം ആശങ്കകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ശൈല ടീച്ചർ, വളരെയേറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. കേരളത്തിൽ ഈ KKRും അതുപോലെ ബ്ലാക്ക് സ്റ്റോൺ അടക്കമുള്ള കുത്തക കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വിഴുങ്ങുകയാണ് എന്നുള്ളതാണ്. പതിയെ നേരത്തെ കുറേശ്ശെ ഉണ്ടാവാം, പക്ഷേ അടുത്ത കാലത്താണ് ഭയാനകമായ തോതിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വിലക്ക് വാങ്ങൽ നടന്നിട്ടുള്ളത്. ഇതുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിലേറ്റവും പ്രധാനം പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ് മുൻകൈയിലുള്ളത്. മേൽക്കോയ്മ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിനാണ്. ഇപ്പോൾ വലിയ സ്വകാര്യ ആശുപത്രികളൊക്കെ ഉണ്ട് കേരളത്തിൽ. പക്ഷേ കോവിഡ് കാലത്ത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, പ്രൈമറി മുതൽ സെക്കൻഡറിയിലും ടേർഷ്യറിയിലും അതുപോലെ മെഡിക്കൽ കോളേജും നമുക്ക് പരന്നു കിടക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ കുറേ വർഷക്കാലമായിട്ട് നാം നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത്രയും വിപുലമായ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ ദോഷം മറ്റ് ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു കോവിഡ് കാലത്ത് തന്നെ മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്, ഇവിടെ പ്രൈവറ്റാണ് കൂടുതൽ, പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കുറവാണ്. അപ്പോൾ ഈ പ്രൈവറ്റുകാർ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. എങ്ങനെയാണ് പ്രൈവറ്റുകാരെ കൂടി നിങ്ങൾ സഹകരിപ്പിക്കുന്നത്? ഇവിടെ ഈ വലിയ കച്ചവടം നടക്കുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രൈവറ്റ് ഹെൽത്ത് സിസ്റ്റം, സ്വകാര്യ മേഖല, അതിന് കുറേ ദോഷവശങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും അതിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരെ സഹകരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള വലിയ ഫീസും കാര്യങ്ങളും ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നുള്ളതെല്ലാം ഉണ്ട്. അത് മാറ്റി നിർത്തിയാൽ നമുക്കവരെ സഹകരിപ്പിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പ്രോമിനൻ്റായി നിൽക്കുന്നത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ്, ഗവൺമെൻറ് മേഖലയാണ്.
അതുകൊണ്ട് തന്നെ ഇവരെയും കൂടി സഹകരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. അങ്ങനെയാണ് വലിയ പാൻഡമിക്കും അതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ ക്രൈസിസ് നേരിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറുകയാണ്. ചില വൻകിട വിദേശ കോർപ്പറേറ്റുകൾ ഈ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ കിംസ്, മിംസ് തുടങ്ങിയിട്ടുള്ള ബേബി മെമ്മോറിയൽ, കണ്ണൂർ ബേബി മെമ്മോറിയലൊക്കെ നമുക്കവിടെ സേ ഇല്ലാതാവുകയാണ്. അത് അവരുടെ സ്വന്തമായിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്നു. ഇനി ഞാൻ പറയുന്നത്, അത്തരം ഹോസ്പിറ്റലിൽ ഒരു സാധാരണക്കാരന് ഡയറക്റ്റായിട്ട് കയറി ചെല്ലാൻ പറ്റില്ല. പോട്ടെ, ഇടത്തരക്കാരനും പറ്റില്ല. അതൊക്കെ ഒരു ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെ മാത്രം കണ്ടുകൊണ്ട് അവരിൽ നിന്ന് വലിയ പൈസ വാങ്ങി ലാഭം ഉണ്ടാക്കുന്ന സംവിധാനമാണ് വരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും സാധാരണ സ്വകാര്യ ഹോസ്പിറ്റലിലും വളരെ പെട്ടെന്ന് ഓടി കയറാം ഒരു അത്യാഹിതം വരുമ്പോൾ. അവിടുത്തെ ചികിത്സാ ചെലവിൻ്റെ വർധനവൊക്കെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലെല്ലാം കൊണ്ടുവന്നിട്ട് അതിനെ നമുക്കൊന്ന് നിയന്ത്രിച്ച് നിർത്താനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. പക്ഷെ അതേ അല്ല സംഭവിക്കുന്നത്. ഈ വൻകിട കച്ചവടം മറച്ചു വെക്കാനാണ് ഗവൺമെൻറ് മേഖലയെ തകർക്കുന്നതിനുള്ള ഇപ്പോഴത്തെ ഈ കോലാഹലം. നേരത്തെ പറഞ്ഞല്ലോ, 92% ഇത്തരത്തിലുള്ള മെഡിക്കൽ എററുകൾ. ഡോക്ടർക്ക് അറിയാമല്ലോ, സാധാരണ ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും 33% വരെ നെഗ്ലിജൻസ് കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളിലടക്കം. നമ്മളതൊക്കെ വിടാം. നമുക്കൊരു 1% നെഗ്ലിജൻസ് പോലും കുറ്റകരമാണെന്ന് പറയാം. നമ്മുടെ ഒരു സമാധാനത്തിനും അതുപോലെ അതാണ് ശരിയെന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ ഈ നെഗ്ലിജൻസ് 92% ഉണ്ടാകുന്നത് സ്വകാര്യ മേഖലയിലാണ്. അതൊരാളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. മുൻപ് ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു പേഷ്യൻറ്റിനെ ആംബുലൻസിൽ നിരവധി സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് ഏറ്റവും അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കൊണ്ടുവന്നു. അപ്പോഴേക്കും അദ്ദേഹം മൃതപ്രായനായിട്ട് മാറിയിരുന്നു. പക്ഷേ ആ കൊണ്ടുപോയ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ പേരും ഈ മീഡിയ ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്തത് മുഴുവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തോ അശ്രദ്ധയുണ്ടായി. അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രാണൻ പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പെരുപ്പിച്ച് കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ ഈ ഗവൺമെൻറ് സംവിധാനം ഒന്നിനും കൊള്ളില്ല എന്ന് വരുത്തിയിട്ട്, അത് ബഹുമാനിയായിട്ടുള്ള മന്ത്രി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഗവൺമെൻറ് സംവിധാനത്തെ നശിപ്പിക്കാൻ നോക്കൂ. ഈ ഗവൺമെൻറ് സംവിധാനത്തെ ലോകം മുഴുവൻ പുകഴ്ത്തിയത് എന്തിനാ? കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ. കോവിഡ് വന്നപ്പോൾ ഈ ഗവൺമെൻറ് സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഇത്ര വികേന്ദ്രീകൃതമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ എന്നെ പരിഹസിച്ച് പറയായിരുന്നു, അമേരിക്കയിൽ നിന്ന് ആരും വിളിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. വിളിച്ചിരുന്നു. കാരണം നേരിട്ട് ഒരു ധനിക കുടുംബത്തിന് പോലും താഴെയുള്ളൊരു പ്രൈമറി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല. ശ്വാസം അടസമൊക്കെ ഉണ്ടാകുമ്പോൾ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ തന്നെ റെസ്റ്റ് എടുത്തോളൂ എന്നാണ്. നമുക്കങ്ങനെയല്ല. നമുക്കൊരു വണ്ടി എടുത്ത് നേരെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കയറി ചെല്ലുകയാണ്. അവിടെ പരിശോധിക്കുകയാണ്, അവരെ റെസ്റ്റേറ്റ് ചെയ്യുകയാണ്, അവർക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കുകയാണ്. ഇതാണ് കേരളത്തിലെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ മെച്ചം എന്ന് ലോകം തിരിച്ചറിഞ്ഞു. പല ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഡിസ്കഷനുകളിലും എന്നോട് തന്നെ പലരും നേരിട്ട് പറഞ്ഞു, ഇതാണ് വേണ്ടത്, പബ്ലിക് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നുള്ള ലോകത്തിന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഈ പബ്ലിക് ഹെൽത്തിൽ ഗവൺമെൻറ് സംവിധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിനനുസരിച്ചുണ്ടായിട്ടുള്ള മാറ്റവും കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. റൈറ്റ്. ഞാൻ ഡോക്ടർ ജോ ജോസഫിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ KJ ജേക്കബ്, നോക്കൂ, ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള വിഷയം എന്നുള്ള നിലയിലാണോ മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നത്, അതോ കേരളത്തിലെ പൊതു ആരോഗ്യ രംഗം തകർക്കുക എന്നുള്ള ഈ വൻകിട കുത്തക കമ്പനികളുടെ അജണ്ട നിർവഹിക്കുകയാണോ മാധ്യമങ്ങൾ ചെയ്യുന്നത്? 1. 2, കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നത് കൊണ്ടാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ പറയുന്ന കുത്തക കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വൻകിട ഹോസ്പിറ്റലുകൾക്ക് വളരാൻ സാധിക്കുക എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ UDF-ൽ ഇൻവെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യും പരസ്യങ്ങളായി. ഇത് നികേഷ്, ആദ്യത്തെ ചോദ്യം രണ്ടും കൂടിയാണ്. ഇതിൻ്റെ അകത്ത് ഒന്ന്, കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം ഒരു ടാർഗറ്റാണ്. ഇപ്പോൾ ഇന്ന് ശ്രീമതി വീണ ജോർജിനെതിരെ വന്ന ഒരു പരിഹാസം എന്നുള്ളത് അവർ റിപ്പോർട്ടുകൾ ചോദിച്ചു എന്നുള്ളതാണ്. ഒരു മന്ത്രി പിന്നല്ലാണ്ട് എന്താ ചെയ്യുക? ഈ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നു ആരോപണം ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ അയാളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് പറയാൻ വേണ്ടത് അവർ റിപ്പോർട്ട് ചോദിച്ചിട്ട്. ഇപ്പോൾ കോഴിക്കോട് ഒരു സ്ത്രീക്ക് ഇത് ഒന്നും ചെറിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കില്ല കേട്ടോ. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ സർജറിക്ക് പോയി കഴിയുമ്പോൾ കത്രിക കൊണ്ട് പോരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കമില്ല. അതിലൊരു മന്ത്രിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കുക, അവർക്ക് ന്യായമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കൊടുക്കുക,
പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക, അത് അന്വേഷണം. കാരണം ഇതിൻ്റെ അകത്ത് ഡോക്ടർമാരുടെ ഒരു കളിയുണ്ടെന്ന് കുട്ടിക്കും. ഇത് അവരും പറയുന്നില്ല എവിടെ വെച്ചാണ് സംഭവിച്ചത് എന്ന് അവരും പറയുന്നില്ല. പിന്നെ ഒരു മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അവർ വിട്ടു. സംസ്ഥാന മന്ത്രിസഭ അവർക്കൊരു സൊല്യൂഷൻ പോലെ ഒരു 2 ലക്ഷം രൂപ കൊടുത്തു. ഏതൊരു മന്ത്രിക്കും അതല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത്തരം ഇൻസ്റ്റൻസസ് വെച്ചിട്ട് അപ്പോൾ ഓരോ സംഭവം പ്രധാനപ്പെട്ടതാണ്, അതിനെക്കുറിച്ച് മന്ത്രി റിപ്പോർട്ട് തേടി എന്നുള്ളതിനെ പരിഹസിക്കുകയാണ്. ഒരു ജനാധിപത്യത്തിൽ ഈ ഡോക്ടർ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഒരു 200 വർഷം പഴക്കമില്ലേ? നമ്മൾ ആദ്യത്തെ വാക്സിനേഷൻ എന്ന് പറയുന്നത് 1803 4 മറ്റോ തുടങ്ങിയതാണ്. അപ്പം 200 വർഷത്തിലധികം പഴക്കമുള്ള സിസ്റ്റത്തിന് മുകളിൽ നമ്മളൊരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൽ തകരാറ് വരുമ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ പട്ടാള ഭരണം അല്ലാത്തതുകൊണ്ട് നമുക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റത്തുമില്ല. അപ്പോൾ ഈ റിപ്പോർട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ചോദിക്കുമ്പോൾ അത് പരിഹസിക്കുക എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗത്തും അത് വരില്ല. അത് സത്യത്തിൽ ആ ഭരണാധികാരി, കാരണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 100 കണക്കിന്, ഇപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ പറഞ്ഞ അദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരു മിനിമം 200 കേസുകളിൽ അദ്ദേഹം ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെയൊക്കെ എന്താണ് ചെയ്തത്? ഇത് കേരളത്തിലെ 2 കാര്യങ്ങളുണ്ട് നികേഷ്. ഇതിൻ്റെ അകത്ത് ഇടതുമുന്നണിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളത് ടീച്ചർ അത് പറയുന്നതാണ് എനിക്ക്. നമ്മൾ ഹൃദയം പ്രോജക്റ്റ് എങ്ങനെയാണ് നമ്മൾ കൺസീവ് ചെയ്തത് എന്നുള്ളത്. ഇതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, മനുഷ്യജീവനോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാറുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ 13 മക്കളുണ്ടായിട്ട് 2 പേരാണ് സർവൈവ് ചെയ്തത്. എന്ന് വെച്ചാൽ 11 പേരും മരിച്ചു. 13 പേരിൽ 11 പേരും മരിച്ചു. ഇന്ന് കേരളത്തിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 5 പേരാണ് മരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ എത്തിച്ചേർന്നത് നമ്മൾ പബ്ലിക് ഹെൽത്തിൽ നടത്തിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ 5 എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള നമ്പറാണ്. 5.7 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നമ്മൾ അവിടെ എത്തി. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് ഈ സിസ്റ്റം റോബസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിഴവുകൾ നടക്കാൻ വേണ്ടി പാടില്ല. പിഴവുകൾ ഉണ്ടായാലും അതിൻ്റെ കുറ്റക്കാരെ കണ്ടുപിടിക്കണം, അത് ഐഡന്റിഫൈ ചെയ്യണം. ഇത് വലിയ അപരാധമാണ് ചെയ്തത്. തർക്കം ഉണ്ടാവില്ല അല്ലേ ടീച്ചറെ? അല്ലേ, ഒരു നമ്മുടെ വയറ്റിനുള്ളിൽ ഒരു സാമഗ്രി, ശസ്ത്രക്രിയാ സാമഗ്രി വെക്കുക, എന്നിട്ട് അതിന്റെ മേലധ്യക്ഷ പറയുക ഇത് 50 വർഷം കിടന്നാലും ഒരു കുഴപ്പമില്ല. മെഡിക്കലി ചിലപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിരിക്കും. പക്ഷെ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം ഇതേ ചെയ്യാനുള്ളൂ. അവരെ സംബന്ധിച്ച് വസ്തുത എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന്റെ പുറത്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. അത് ചെയ്തത് പരിഹസിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി, രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത്, ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, നിങ്ങളിപ്പോൾ പറഞ്ഞാൽ 6000 കോടി എന്ന് പറയാം, നമ്മൾ ഒക്കെ പ്രൈവറ്റ്, അതിൽ കൂടുതൽ പണം സംസ്ഥാന സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയ ആശുപത്രികൾ പണിതിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ ഞാൻ ക്യാൻസർ സെൻ്ററിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. 450 കോടിയോളം മുടക്കുണ്ട്. ഈ ഒരു ഫേസിൽ നമ്മൾ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സർക്കാർ കൂടി വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എനിക്കൊന്ന് കൂടുതൽ ഡോക്ടർമാരെ കൂടി നിയമിക്കുകയാണ് എങ്കിൽ നമ്മൾ കാണുന്ന ലോകത്തിലെ ബെസ്റ്റ് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം അവിടെയാണ് കെ ജേക്കബ് ഞാൻ ചോദിച്ചത്. അതായത് UDF അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യം ഈ അവസാന ഘട്ടത്തിൽ ഈ മരുന്നുകൾ ഈ പറയുന്ന ആഗോള കമ്പനികൾക്കുണ്ടോ? താങ്കൾക്ക് നേരിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ അല്ല, അത് നമ്മളത് ആലോചിച്ചാൽ മതി. എന്തുകൊണ്ട് ഇത്രയധികം എതിർപ്പ് വരുന്നു? ഇപ്പം നമ്മൾ നമ്മൾ ഹാർഡ്വെയർ വാങ്ങിക്കഴിഞ്ഞിരിക്കും, നമുക്കിനി സോഫ്റ്റ്വെയറാണ് വേണ്ടത്. നമ്മൾ ഇനി ഡോക്ടർമാരെ നിയമിക്കണം, എക്യുപ്മെൻറ്റ് മേടിക്കണം, കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, ചോർന്ന് നിൽക്കുന്ന കെട്ടിടങ്ങൾ മാറ്റുമ്പോൾ വലിയ കെട്ടിടങ്ങൾ. പക്ഷേ നമ്മളിനി ഒരു സർക്കാർ കൂടി അവർ അത് ചെയ്യും. ഞാനതാ പറയും, ഹൃദയം പ്രോജക്റ്റ് എങ്ങനെ കൺസീവ് ചെയ്തു എന്നുള്ളത് ശൈലജ ടീച്ചർ പറയും. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കൂടെ ഓർക്കണം. ഇന്നാണ് ശ്രീമതി വീണ ജോർജ് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന കെട്ടിടം UDFൻ്റെ സമയത്ത് പണിതാണ്. ഞാൻ ആ കോളേജിൽ പോയിട്ടുണ്ട്, മെഡിക്കൽ കോളേജ്. ഇത് കാണാൻ വേണ്ടി തന്നെ പോയി. 60 വർഷം പഴക്കമുള്ള ഡിസ്യൂസ് ആയിട്ടുള്ള ആ കെട്ടിടം ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. 12 വർഷം പഴക്കമുള്ള കെട്ടിടം ഇടിഞ്ഞു വീണു. ഇതാണ് UDF ഇതിൻ്റെ പുറത്തുള്ള കമ്മിറ്റ്മെൻറ്റ്. ഒരു ഇടതുപക്ഷ സർക്കാർ കൂടി വന്നാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ബുദ്ധിമുട്ടിലാവും. അതിൻ്റെ റിഫ്ലക്ഷൻ ഈ ആരോഗ്യമന്ത്രിക്ക് നേരെയുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള
അറ്റാക്കിന് പുറകിലുണ്ട് എന്ന് സംശയിക്കാൻ എനിക്ക് യാതൊരു സംശയവും. വീണ ജോർജിനോട് വ്യക്തിപരമായി മാധ്യമങ്ങൾക്കൊരു വിദ്വേഷമുള്ളതുപോലെ തോന്നി. അതിലേക്ക് വരാം. താങ്കളടക്കം ഈ മാധ്യമ ലോകത്ത് ജീവിക്കുന്ന ആളാണല്ലോ. അസൂയ എത്ര കണ്ട് കണ്ണിൽ നിഴലിക്കുമെന്ന് നോക്കണം KJ ജേക്കബിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും നമുക്ക് വീണ ജോർജ് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ 2012 ആ കെട്ടിടം നിർമ്മിച്ചത്. മെഡിക്കൽ കോളേജിൽ അവിടെ കെട്ടിടം ഇടിഞ്ഞ് വീണപ്പോ എന്റെ വീടിന്റെ അവിടേക്ക് ശവപ്പെട്ടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് വന്നു. അന്ന് വാസ്തവത്തിൽ വളരെ സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ട എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഞാൻ അന്ന് ഒന്നും വേണ്ടിയില്ല. ഈ 2010 ആ കെട്ടിടം 2012 ശിവകുമാറിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. ആ ശിവകുമാറിന്റെ എതിരെയുള്ള പ്രതിഷേധം ഇവർ നടത്തിയോ? അന്ന് എന്റെ വീടിന് നേരെയും എനിക്ക് നേരെയും ആക്രമണമോ അതിക്രമവും നടത്താൻ ഇവർ ശ്രമിച്ചില്ലേ? അപ്പോ അവരുടെ ആരോഗ്യമന്ത്രി അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇവർ ആക്രമണം നടത്തിയോ? അല്ലെങ്കിൽ ഇവര് റീത്ത് വെച്ചോ? ഇവർ ശവപ്പെട്ടിയുമായിട്ട് പോയോ? പക്ഷെ അത് ഇന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അന്ന് എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്നുള്ളത് ആരോഗ്യ മന്ത്രാലയം തന്നെ അത് വിശദീകരിക്കേണ്ടതാണ്. ഡോക്ടർ ലളിതാംബിക അവർ പറയുന്നത് 5 വർഷമല്ല 50 വർഷം കിടന്നാലും ഒരു കുഴപ്പമില്ല എന്നാണ്. സിസ്റ്റത്തിന് തകരാറുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പേരുകൾ ആദ്യം ബോർഡിൽ എഴുതണമെന്നാണ്. നോക്കാം, അതും കൂടെ കേട്ട് 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. ഡോക്ടർ ജോ ജോസഫ്, അത് പറയാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ നിരുത്തരവാദിത്തപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പോകുന്നത് യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് വന്നിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യമായിട്ടൊരു കേസാണ്. അങ്ങനെയുള്ളപ്പോൾ അത് എവിടെ സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് നടപടികൾ എടുക്കുകയാണ് വേണ്ടിയിരുന്നത്. ആ പ്രസ്താവന തീർച്ചയായിട്ടും മെഡിക്കൽ ഒരു ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്നതല്ല. കാരണം എപ്പോഴും ജീവനെ സംരക്ഷിക്കാനായിട്ടാണ് ശ്രമിക്കുന്നവരാണ്, വേദന കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. നിരന്തരം ഇതിന്റെ മൂലം ഒരു വേദനയുള്ള ഒരാളെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായി പോയതിൽ യാതൊരു സംശയമില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ WHO ഒക്കെ മാനദണ്ഡങ്ങൾ ഇപ്പോൾ താങ്കൾ ഒരു സി എന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ WHO മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണോ സാധാരണഗതിയിൽ ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ നടത്താറുള്ളത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ആർട്ടറി ഫോർസെപ്സ് അല്ലേ? അതെ, കാരണം വെച്ചാൽ ചില സ്പെഷ്യാലിറ്റീസ് കൂടുതലായിട്ട് വൾണറബിൾ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ആണ്. പ്രത്യേകിച്ച് സർജിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഏതൊരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും ഏറ്റവും അധികം കൂടുതൽ സാധ്യതയുള്ളത് സർജിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ്. പ്രത്യേകിച്ച് അബ്ഡോമിനൽ സർജറിയുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ. ഒന്ന് ഗൈനക്കോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി. ഇവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടറി ഫോർസെപ്സ് അല്ലെങ്കിൽ ഗോസുകൾ, മോപ്സുകൾ ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രോട്ടോകോൾസും ഉണ്ട്. അത് ചെയ്യുന്ന സർജൻ, അനസ്തേഷിച്ച്, സ്ക്രബ് നഴ്സ്, ഫ്ലോർ നഴ്സ് എല്ലാം കൃത്യമായി വെരിഫൈ ചെയ്ത് എല്ലാവരും ഒപ്പിട്ടിട്ടുള്ള ഒരു പ്രോട്ടോകോൾ സിസ്റ്റംസ് ഉണ്ട്. അവിടെ പല കാരണങ്ങളാൽ ഒരുപക്ഷെ ആ പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതും. അതുകൊണ്ട് ഇത് എങ്ങും നടക്കാത്തതായിട്ട് കരുതുകയേ വേണ്ട. മനസ്സിലായി? തീർച്ചയായിട്ടും വളരെ അപൂർവമായി നടക്കുന്നതുമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ ഏകദേശം 11 കോടി ജനങ്ങൾ OP ബേസിസിൽ ചികിത്സ എടുക്കുന്നു. 7.5 ലക്ഷത്തോളം IP പേഷ്യൻസ്, 2.5 ലക്ഷത്തോളം മേജർ ഓപ്പറേഷൻസ് ഓരോ വർഷവും നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ മാത്രം നടക്കുകയാണ്. ആ സെക്ടർ നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അപൂർവമായി ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റിനെ പെരുപ്പിച്ച് കാണിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതിന് യാതൊരു സംശയവും. ലിസിയൊക്കെ അല്ലെങ്കിൽ താങ്കൾ എന്ന ഒരു കാർഡിയോളജിസ്റ്റ് തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ ഒക്കെ ഭാഗമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളാണ്. നോക്കൂ, ഇതിപ്പോൾ ജനറൽ ആശുപത്രികൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളെപ്പോഴും സിസ്റ്റത്തിന്റെ ഫെയിലിയറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതേസമയം ഈ സിസ്റ്റം എത്രമാത്രം എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ ഈ സിസ്റ്റം എത്രമാത്രം ഇൻക്ലൂസീവ് ആണ് ഞാൻ പറയും. കാരണം ജനറൽ ആശുപത്രിയിലാണ് ഒരു മാസം മുമ്പ് ദുർഗാകാമിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ. ആ ശസ്ത്രക്രിയ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല പ്രാവശ്യം ഇൻവോൾവ് ആയ ഒരാളെന്ന ഞാൻ പറയുകയാണ്. ആ പെൺകുട്ടിയെ 28 ദിവസത്തോളമാണ് എക്മോ എന്ന് പറയുന്ന ഒരു മെഷീനിൽ വെച്ചിരുന്നത്. 28. കാരണം ഹൃദയത്തിൻ്റെ വലിയ ട്യൂബുകൾ ആദ്യം സെൻട്രൽ എക്മോ എന്ന് ഉപയോഗിച്ചു. സെൻട്രൽ എക്മോ എന്ന് പറയുമ്പോൾ ഹൃദയം തുറന്ന് നെഞ്ചുകൂട് തുറന്നിട്ട് അത് ചില പൈപ്പുകളിൽ കൂടെ ഈ ഒരു മെഷീനോട് ഘടിപ്പിക്കുകയും അതിനുശേഷം അത് കുറച്ചുകൂടെ ബെറ്ററായി കഴിഞ്ഞപ്പോഴത്തേക്ക് പെരിഫറൽ എക്മോയോട് മാറ്റുകയും ചെയ്തു.
28 ദിവസം ഒരാളെ എക്മോയിൽ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ അല്ലാതെ വേറെ എങ്ങും പറ്റുകയില്ല. എക്മോയിലൂടെ പോകുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും സംഭവിക്കാം. ഇൻഫെക്ഷൻസ് ഉണ്ടാകും, കാരണം ബ്ലഡ് മുഴുവൻ വേറെ സർക്യൂട്ടിൽ പോവുകയാണ്. അവിടെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോഴത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോൾ രക്തം കട്ട പിടിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സർക്യൂട്ട് ചേഞ്ച് പോലുമില്ലാതെ 28 ദിവസം ആ കുട്ടിയെ അവിടെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ ചികിത്സിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. ഒരു സംശയവുമില്ല. ഞാൻ രണ്ടാമത് വേർഡ് ഉപയോഗിച്ചു, സിസ്റ്റത്തിൻ്റെ ഇൻക്ലൂസിവിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കുക. ടീച്ചറിന് ഏറ്റവും അടുത്ത ഹൃദയത്തിനോ ചേർന്ന പദ്ധതിയായിരിക്കും ഹൃദയം പദ്ധതിയിൽ നമ്മൾ ഉത്തർപ്രദേശുകാരായ ഒരു അതിഥി തൊഴിലാളിയുടെ കുട്ടിക്ക് ട്രൈക്കസ്പിഡ് അട്രീഷ്യ എന്ന രോഗം വന്നു. നമ്മൾ എന്താ ചെയ്തത്? ആ കുട്ടിയെ ഹൃദയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശസ്ത്രക്രിയ ചെയ്തു. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ DM പഠിച്ചത് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. ആ സമയത്ത് ഞങ്ങൾ ചെന്ന ഉടനെ സമയത്ത് ഒരു കുട്ടി എക്ടോപ്പിയ കോഡിസ് എന്ന് പറഞ്ഞാൽ അപൂർവമായ കണ്ടീഷൻ ഉണ്ടായിരുന്നു. എക്ടോപ്പിയ കോഡിസ് എന്ന് പറഞ്ഞാൽ ഹൃദയം നെഞ്ചുകൂടിന് പുറത്ത് തള്ളി നിൽക്കുന്ന അവസ്ഥ, നെഞ്ചുകൂടില്ലാത്തത് കൊണ്ട് തന്നെ ഹൃദയം പുറത്തോട്ട് നിൽക്കുന്നു. ആ കുട്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ സർജറി ചെയ്തിട്ടും കുട്ടി മരിച്ചു ഇൻഫെക്ഷൻ മൂലം. ഇൻഫെക്ഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു തുവാലയിൽ നിന്ന് കിട്ടിയ ഇൻഫെക്ഷനാണ്. എങ്ങനെയെന്നറിയാമോ? ആ കുട്ടി ജനിച്ചത് 2000 കിലോമീറ്റർ ദൂരെയുള്ള ബീഹാറിലെ കുഗ്രാമത്തിൽ. ആ കുഗ്രാമത്തിൽ നിന്ന് അവർ യാതൊരു ചികിത്സാ സംവിധാനവും ഇല്ലാത്തപ്പോൾ ആ കുട്ടിയെ അതിൻ്റെ മാതാപിതാക്കൾ ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറ്റി ഡൽഹിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ആകാംക്ഷ പോലെ തന്നെ എല്ലാവരുടെയും ആകാംക്ഷയായിരുന്നു. ആ കുട്ടി ഒരു ഹൃദയം പുറത്ത് ഇടിക്കുന്ന കുട്ടി, ആ കുട്ടിയെ കാണാനായിട്ട് ആ ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ട്രെയിൻ എവിടെയൊക്കെ നിർത്തിയോ അവിടെ നിന്നൊക്കെ ആളുകൾ കയറി വന്നു. ആ ജാളിത മറക്കായിട്ട് ആ ഫാദർ തൻ്റെ ഒരു തുവാലയെടുത്ത് ആ കുട്ടിയെ മൂടി, ഹൃദയത്തെ മൂടി. ആ ഹൃദയത്തിൽ നിന്ന് ഈ തുവാലയിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടിയാണ് ആ കുട്ടി മരിച്ചത്. നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റും. നമ്മൾക്കൊരു കുട്ടിയെ ഒരു അസുഖമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആംബുലൻസിൻ്റെ നമ്പർ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും വാട്സാപ്പിൽ വരുന്നു. നമ്മളൊരു ഗ്രീൻ ചാനൽ ഒരുക്കി നമ്മൾ ഏറ്റവും മികച്ച സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലേ? വേറെ എങ്ങും ആലോചിക്കാൻ പറ്റാത്ത സിസ്റ്റമാണ്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. സിസ്റ്റം എഫിഷ്യൻ്റ് ആണ്, സിസ്റ്റം ഇൻക്ലൂസീവാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തെ തകർക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. ടീച്ചർ, ഇൻകൺക്ലൂസീവ് ആണ്. ഇപ്പോൾ തെറ്റി പറഞ്ഞു പോയതാണ് വാക്കുകൾ. ഇൻകൺക്ലൂസീവ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് എവിടെയും ഇട്ടിട്ടില്ല. നമ്മളൊരു പുരോഗതിയുടെ പാതയിലാണ്. ഇത്തരത്തിലുള്ള വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന ഹർഷയിലേക്ക് ശേഷം പിന്നെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻകൺക്ലൂസീവ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള മാറ്റം ആദ്യം കാണണം. എവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തി എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും 2015 തന്നെയുള്ള ആരോഗ്യ സംവിധാനത്തെ പരിശോധിക്കുക. 2016 ശേഷം 26 വരെയുള്ള കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെ പരിശോധിക്കുക. ഇതിൽ ജനങ്ങളുടെ മുമ്പിൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഒരു PHC, നേരത്തെ ഒരു ഡോക്ടർ മാത്രം, ഉച്ചവരെ OP, ഉച്ചയ്ക്ക് ശേഷം അവിടെ ആരുമില്ല. ഇന്ന് അതാണോ? ഇന്ന് കുടുംബാരോഗ്യ കേന്ദ്രമാണിത്, ഫാമിലി ഹെൽത്ത് സെൻറ്റർ. അവിടെ 3 ഡോക്ടർമാർ, ഉച്ചയ്ക്ക് ശേഷവും OP ഉണ്ട്. അവിടെ ഒരു ഫാർമസി ഉണ്ട് മരുന്ന് കൊടുക്കാൻ. അവിടെ ഒരു ലബോറട്ടറി ഉണ്ട്, അത്യാവശ്യമായിട്ടുള്ള രക്തവും മറവും മൂത്രവും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ, അവരുടെ ഡയബറ്റിക് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ അവിടെയുണ്ട്. അവിടെ ശ്വാസ് ക്ലിനിക്ക് ഉണ്ട്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ. അവിടെ ആശ്വാസ് ക്ലിനിക്ക് ഉണ്ട്, മാനസികമായി ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ പ്രൈമറിയിൽ തന്നെ പരിശോധിക്കാൻ. അത് പടിപടിയായി ഉയർത്താനാണ് തീരുമാനിച്ചത്. ഇനി അവിടെ ഡെൻ്റൽ ചെയർ, വദനാരോഗ്യം സംരക്ഷിക്കുന്നത്. ഒരുപാട് ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിൽ ക്യാൻസറിൻ്റെ ഏർലി ഡിറ്റക്ഷൻ ഇതൊക്കെ നമ്മൾ തുടങ്ങി. നേഴ്സുമാരുടെ പ്രീ ചെക്കപ്പ് ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ ഡോക്ടർമാരുടെ റൂം, അത് എല്ലാ തരത്തിലും മാനുവലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഹാൻഡ് വാഷും ക്രാഷ് കാർട്ടും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആധുനിക സംവിധാനം അത് നമ്മൾ ഒരുക്കിയിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ അവസ്ഥ? ജനം കാണുന്നതല്ലേ. ഇപ്പം ഞാൻ മന്ത്രിയായപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പം 10,000 കണക്കിന് ആളുകൾ ഒഴുകിയെത്തുമായിരുന്നു ആശുപത്രി. വീണ ജോർജിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പം 800-ലേറെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അവിടെയെല്ലാം ഒരു ഡോക്ടർക്ക് പകരം 3 ഡോക്ടറെ കിട്ടുന്നു. നമ്മൾ സ്റ്റാഫ് ഷോർട്ടേജൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ പേഷ്യൻ്റ് ഡോക്ടർ അനുപാതമൊക്കെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലുള്ള അനുപാതത്തിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് വേണം, തർക്കമൊന്നുമില്ല.
പക്ഷേ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ രോഗി ഡോക്ടർ അനുപാതം അത് വിടും. സംസ്ഥാനങ്ങളുമായിട്ട് ആരോഗ്യരംഗത്ത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട. അതെ ഞാൻ പറഞ്ഞു വരുന്നത് 10 വർഷം കൊണ്ട് നമുക്ക് ആ മുന്നേറ്റം ഞാൻ മറ്റൊന്ന് ഒരു സെക്കൻഡ് കൂടി ഞാൻ വീഡിയോ ഒന്ന് കേട്ടോട്ടെ. നികേഷ്, ഇവരുടെ കാലത്ത് ആരോഗ്യമന്ത്രി, അന്നത്തെ ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി തുടയലിന് പൊട്ടി പോയിട്ട് സങ്കീർണമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇവരുടെ കാലത്ത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ശ്രമിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഒരു സൗകര്യവുമില്ലാതെ രോഗി നിർഭാഗ്യകരമായി മരണപ്പെടുന്നു പോയ സാഹചര്യം ഉണ്ടായി. ഇവരുടെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ഇത്ര വലിയ തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്തിയത് ഇടതുപക്ഷമാണ്. ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്, മിനിസ്റ്റർ പറഞ്ഞതുപോലെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ താലൂക്ക് ഹോസ്പിറ്റൽ നേരത്തെ ബഹുമാന്യായിട്ടുള്ള വീണ ജോർജ് പറഞ്ഞല്ലോ, 12 വർഷമായ പഴക്കായ കെട്ടിടം തകർന്നു വീണു എന്നുള്ളത്. കെടുകാര്യസ്ഥയായിരുന്നു അവരുടെ കാലത്ത്. മാത്രമല്ല കുറേ കെട്ടിടങ്ങൾ 10, 30, 40 വർഷമുള്ളത് ഉണ്ടായിരുന്നു. അതേതെങ്കിലും ഒന്ന് മാറ്റി പണിയാൻ UDFൻ്റെ കാലത്ത് തയ്യാറായിരുന്നോ? അവർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ചോർന്നൊലിക്കുന്നതാണെങ്കിൽ ചോർന്നൊലിക്കുന്നത്. എത്ര ആളുകളാണ് ഗവൺമെൻറ് സംവിധാനത്തിൽ വന്നിരുന്നത്? 2016 33% ആളുകളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചിരുന്നുള്ളൂ. വിശ്വാസ്യത കുറവായിരുന്നു. ആളുകൾക്ക് ആശുപത്രി വിശ്വാസക്കുറവ് മാത്രമല്ല, ഈ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഗവൺമെൻറ് സംവിധാനം വിട്ട് വെളിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അതാണ് നമ്മൾ തിരിച്ചു പിടിച്ചത്. ഇന്ന് ഗവൺമെൻറ് സംവിധാനത്തിൽ വർക്ക് ചെയ്യാൻ ഒരു ആത്മവിശ്വാസം അവിടെ വർക്ക് ചെയ്യുന്നവർക്കുണ്ട്. നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. മാത്രമല്ല നല്ല സംവിധാനമുണ്ട്. എന്നോട് തുടക്കത്തിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട് എനിക്ക്. ഒരു പ്രൈമറി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, മാഡം ഞാനവിടെ ജോയിൻ ചെയ്യാൻ പോയി, പക്ഷേ അവിടെ ഒരു കറങ്ങുന്ന കസേര പോലും ഇല്ല ഇരിക്കാൻ. MBBS കഴിഞ്ഞ് വന്ന ഉടനെയുള്ളൊരു കുട്ടിയാണ്. ഇന്ന് അതല്ല. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈമറിയിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള സംവിധാനമാണ്. ഒരു ഡോക്ടർക്ക് കംഫർട്ടബിളാണ്. സെക്കൻഡറിയിലേക്ക് വന്നാൽ അതുപോലെ തന്നെയാണ്. താലൂക്ക് ഹോസ്പിറ്റൽ എത്ര വലിയ കെട്ടിടങ്ങൾ മാത്രമല്ലത്. അതിനകത്ത് നല്ല ഓപ്പറേഷൻ തിയേറ്ററുകൾ, ആധുനിക വാർഡുകൾ, എല്ലാ നല്ല ലബോറട്ടറികളൊക്കെയാണ്. ജില്ലാ ഹോസ്പിറ്റലും അതുപോലെ തന്നെ. നമ്മൾ ബോൾഡായിട്ട് എടുത്തൊരു തീരുമാനമുണ്ട്. ജനങ്ങൾക്ക് ഈ ചികിത്സാ രീതികൾ അവരിലേക്ക് കൊണ്ടുവരിക ഏറ്റവും അടുത്ത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 3 സൂപ്പർ സ്പെഷ്യാലിറ്റികൾ താഴേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് ജില്ലാ തലത്തിൽ. ഏത് സംസ്ഥാനം അങ്ങനെ എടുത്തിട്ടുണ്ട്? നമ്മളത് കൊണ്ടുവന്നതിൻ്റെ ഗുണം അനുഭവിച്ചു. ഇന്ന് കാത്ത് ലാബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് കൊടുക്കും. എന്നോടൊന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പ്രാന്ത നടപടിയാണ്, കാർഡിയോളജിസ്റ്റിന് കിട്ടില്ല. കിട്ടി. ഇന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ കാത്ത് ലാബ് ഉപയോഗിച്ച് 1000കണക്കിന് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു. അർത്ഥം എന്താ? മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോഴേക്കും മരിച്ചു പോകുമായിരുന്ന 1000കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. അതുപോലെ തന്നെ നെഫ്രോളജി നമ്മൾ വലിയ തോതിൽ വികേന്ദ്രീകരിച്ച് താഴേക്ക് എത്തിച്ചു. ഡയാലിസിസ് യൂണിറ്റുകൾ സകല താലൂക്ക് ഹോസ്പിറ്റലുകളിലും 12 മെഷീൻ വരി. UDFക്കാർ കാണുന്നില്ലേ ഇത്? അവരുടെ എല്ലാം കുടുംബത്തിൽപ്പെട്ടവർ സ്വകാര്യ മേഖലയിൽ ചെന്ന് ആയിരങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഡയാലിസിസ് ചെയ്തിരുന്ന പേഷ്യൻസിന് ഇന്ന് ഗവൺമെൻറ് സംവിധാനത്തിൽ 64,000-ലേറെ പേർക്കാണ് ഒരു വർഷം ഡയാലിസിസ് ചെയ്യുന്നത്. എത്തിച്ചിരിക്കുന്നു നമ്മൾ. സ്ട്രോക്ക് യൂണിറ്റുകൾ, ന്യൂറോളജി നമ്മൾ താഴേക്ക് വന്നു. ജില്ലാ ഹോസ്പിറ്റലുകളിൽ സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിച്ചു. വേറൊന്നുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹെമറേജോ ഒരു സ്ട്രോക്കോ ഒക്കെ വന്നാൽ 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അടുത്തൊരു ആസ്പത്രി സൗകര്യപ്രദമായി ഉണ്ടെങ്കിൽ എത്തിക്കാം. അവിടെ എത്തിച്ചാൽ ഈ പേഷ്യൻറ്റിനെ വീണ്ടെടുക്കാനുള്ളൊരു അവസരം കിട്ടും നമുക്ക്. സ്ട്രോക്ക് യൂണിറ്റ് ഡിസ്ട്രിക്ട് അതെ ജില്ലയിലേക്ക് ഓടി വരാം. എത്ര മനുഷ്യരെ നമ്മൾ പാരാലിസിസ് വരുന്നതിൽ നിന്നും മരിച്ചു പോകുന്നതിൽ നിന്നും രക്ഷിച്ചു. ഇത് പരസ്യമായിട്ട് ആളുകൾ കാണുന്ന കാര്യമല്ലേ. എന്നിട്ട് ഈ സംവിധാനം തകർന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതുപോലെ തന്നെയാണ് മെഡിക്കൽ കോളേജുകൾ. നിങ്ങളീ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, ബഹുമാനായിട്ട് മിനിസ്റ്റർ പറഞ്ഞു, ആ പഴയ ഡിലാപിഡേറ്റായിട്ടുള്ള ഒരു കെട്ടിടം അതാണ് തകർന്നു പോയത്. നമ്മുടെ ഒരു സങ്കടകരമായ അവസ്ഥ, ഒരാൾ അതിൻ്റെ അകത്ത് പോയി എന്നുള്ളതാണ്. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ 2016 മുതൽ 26 വരെ ഉണ്ടായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ സന്നിവേശിപ്പിച്ച ഉപകരണങ്ങളും അതിൻ്റെ ഒരു കണക്കെടുക്ക്. നമ്മൾ കണ്ണു തള്ളി പോവില്ലേ? അത്ര കോടികളുടേതല്ലേ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ. അതാണ് നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞൊരു ഹൃദയം പ്രോജക്റ്റ് നമ്മൾ ചെയ്തല്ലോ. ശിശുമരണ നിരക്ക് 2016 12 കുറേ വർഷമായിട്ട് അതിങ്ങനെ സ്റ്റേബിളായിട്ട് 12 നിൽക്കുകയാണ്. അപ്പോഴാണ് UN-ൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. എല്ലാ രാജ്യങ്ങളും ശിശുമരണ നിരക്ക് 50 താഴെയായിട്ട് കുറക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. നമ്മുടെ രാജ്യം ആവശ്യപ്പെട്ടു.
നമ്മളൊരു ഒരു ഒരു നമുക്കൊരു ലക്ഷ്യം പ്രഖ്യാപിച്ചു. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ ഭാഗമായിട്ട് സിംഗിൾ ഡിജിറ്റ് ആക്കുന്ന നമ്മൾ പറഞ്ഞതെന്ന് 2017 സിംഗിൾ ഡിജിറ്റ് ആക്കുമെന്ന് പറഞ്ഞപ്പോൾ ആക്കണമല്ലോ, വെറുതെ വർത്തമാനമല്ല. എന്തുകൊണ്ട് കുട്ടികൾ മരിക്കുന്നു ആ പരിശോധിച്ചപ്പോൾ 30% ശിശു മരണത്തിൻ്റെ ഇൻഫൻറ്റ് ഡെത്തിൻ്റെ കാരണം ഇതാണ്, കഞ്ചനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് ആണ്. അതുണ്ടെന്ന് തെളിഞ്ഞാൽ ആരും ഓപ്പറേഷൻ ചെയ്യാനൊന്നും പാവപ്പെട്ടവർ പോകുന്നില്ല. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് എവിടെ ഈ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതും ചിലപ്പോൾ അവർക്ക് അറിയുന്നില്ല. അപ്പോൾ കുട്ടികൾ മരിച്ചു പോവുകയാണ് 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ. ഇതിനെയാണ് നമ്മളൊന്ന് തൊട്ടത്. ഇവിടെ ഒരു കൺട്രോൾ റൂം തുറന്നു തിരുവനന്തപുരത്ത്, എല്ലാ ജില്ലകളിലും അത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഡെലിവറി പോയിന്റുകളിൽ നമ്മൾ പരിശീലനം കൊടുത്ത് ആളുകളെ നിർത്തി ഇങ്ങനെ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം, ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താലുടനെ ജില്ലയിൽ നിന്ന് ആംബുലൻസ് എത്തി ഈ കുട്ടിയെയും രക്ഷിതാക്കളെയും ഇത് ഓപ്പറേഷൻ നടത്തുന്നിടത്ത് എത്തിക്കുക. ഞാനത് ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഞങ്ങൾ ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പം ഒരൊറ്റ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും പീഡിയാട്രിക് കാർഡിയാക് സർജറി ഇല്ല. പിന്നെ നമുക്ക് അതില്ല, ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിട്ടില്ല. പക്ഷേ നമ്മൾ ഉടനെ തന്നെ ലിസി, അമൃത ഇവിടെ എല്ലാമായിട്ട് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു. ചെയ്തു തരണം, ഞങ്ങളൊരു കാശ് തരും, നിങ്ങൾ പറയുന്ന തുക തരില്ല, പക്ഷേ ഗവൺമെൻറ് ഒരു തുക തരും. അവരെല്ലാം സമ്മതിച്ചു. അങ്ങനെയാണ് ആ ഹൃദയം പ്രോജക്റ്റ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ അതുകൊണ്ട് വെറുതെ ഇരുന്നില്ല. അന്ന് തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പരിശ്രമിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, ഉപകരണങ്ങൾ ലഭ്യമാക്കി. തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, കോഴിക്കോട് എല്ലാം നമ്മൾ ഈ സർജറി ആരംഭിച്ചു. ഇപ്പം നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യാം നമുക്ക്. എന്നാൽ പെട്ടെന്ന് ഒരു 5-6 കുട്ടികൾ ഒരുമിച്ച് വരുമ്പം അതിന് കാത്തു നിൽക്കാൻ നേരമില്ല. അപ്പോൾ നമ്മൾ സ്വകാര്യത്തിലും കൊടുക്കും. ഇങ്ങനെയുള്ള വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഹൃദയം പ്രോജക്റ്റ് കൊണ്ടുവന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഇപ്പം 15,000-ലേറെ കുട്ടികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് 2020 ഡിസംബറിൽ തന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണക്ക് വന്നല്ലോ. കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് 12-ൽ നിന്ന് 5 ആയിരിക്കുന്നു. ഇത് അമേരിക്കയെക്കാളും താഴെയാണ്. 12-ൽ നിന്ന് 5 ആയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1 ഹൃദയം പ്രോജക്റ്റാണ്, 2 ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളാണ്. അതിന് പ്രത്യേകിച്ച് നമ്മളൊരു ടീമിനെ ഉണ്ടാക്കി ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഒഴിവാക്കിപ്പെട്ട അവലിട്ടിട്ട് പ്രശ്നം വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. അമ്മാതിരി ഉണ്ടാവരുത് എന്ന് കരുതി ഇൻഫെക്ഷൻ കൺട്രോളിന് നമ്മളൊരു വലിയ പരിശ്രമം നടത്തി. പ്രസവിച്ച അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കാൻ മാതൃയാനം പദ്ധതി കൊണ്ടുവന്നു. ഇതൊരു അംബ്രല സ്കീമാണ്. അതിന് കീഴിൽ ഒട്ടേറെ പദ്ധതി കൊണ്ടുവന്നു. 2020 കഴിഞ്ഞ് 2026 ആകുമ്പോഴും ആ ശിശുമരണ നിരക്ക് കൂടിയിട്ടില്ല. കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിൽ വേണമെങ്കിൽ കൂടാമായിരുന്നു. നമ്മളതിനെ സസ്റ്റൈനബിളായിട്ട് നിലനിർത്തി. അതാണ് ഇത് UDF സങ്കല്പിക്കാൻ പറ്റുമോ അവരുടെ കാലത്ത്? ഇമാതിരി എന്തെങ്കിലും ഒരു പദ്ധതി ഇങ്ങനെ ഒരു ഗോൾ വെച്ചുകൊണ്ട് ചെയ്തു എന്ന് അവർക്ക് പറയാൻ അവകാശപ്പെടാൻ സാധിക്കുമോ? ഇത്രയും കുട്ടികളുടെ ജീവൻ രക്ഷിച്ച് ശിശുമരണ നിരക്ക് കുറച്ചു. മാതൃമരണ നിരക്കും അതെ, 67-ൽ നിന്ന് 2018 ആകുമ്പോഴേക്ക് 43 ആക്കി. അതിനും ഉണ്ടായിരുന്നൊരു പ്രോജക്റ്റ്, പ്രത്യേകിച്ചൊരു മിഷൻ. 2020 ആകുമ്പോൾ 19 ആയി. ഇത് മറ്റുള്ളവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അച്ചീവ്മെൻ്റാണ്. ഇപ്പോഴും നമ്മൾ ആ 19-ൽ കൂടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാൻ കാരണം ശേഷം കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വർഷങ്ങളാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ അതിനുശേഷം സ്ഥിതി വഷളാവുകയാണ് ചെയ്തത്. നമ്മൾ വഷളാക്കിയിട്ടില്ല. നമ്മൾ ആ സ്ഥിതി തുടരുന്നു, അതിനേക്കാൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇത് വളരെ കൃത്യമായി ഞങ്ങളാരും അല്ലല്ലോ ഈ കണക്കെടുക്കുന്നത്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് വെച്ചാൽ നമുക്ക് ഇടപെടാൻ പറ്റിയൊരു കാര്യമല്ലല്ലോ. അതിൻ്റെ റിസൾട്ടിലല്ലേ ഈ വരുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് ഒരു ലിവർ മാറ്റ ശസ്ത്രക്രിയ ചെയ്തിട്ട് പരാജയമായിപ്പോയി എന്ന്. അന്ന് ഈ കരൾ മാറ്റ ശസ്ത്രക്രിയ 28 ലക്ഷമൊക്കെയാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ ചികിത്സാ സഹായത്തിൽ നിന്നും കുട്ടിയാൽ 3 ലക്ഷമോ 4 ലക്ഷമാണ് കൊടുക്കുക. എന്നിട്ട് ഞാൻ അന്ന് മിനിസ്റ്ററായ സമയത്ത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി 14 ലക്ഷം കൊടുക്കുമായിരുന്നു കരൾമാറ്റ ശസ്ത്രക്രിയക്ക്. അപ്പോഴാണ് തോന്നിയത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഗവൺമെൻറ് സെക്ടറിൽ തുടങ്ങണം. അന്വേഷിച്ചപ്പോൾ പണ്ട് തിരുവനന്തപുരത്ത് തുടങ്ങി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. പരാജയപ്പെടാൻ പറ്റില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. കാരണം ഒരു ഭാഗത്ത് ഹൃദയം എടുക്കുമ്പോൾ, കരൾ എടുക്കുമ്പം തത്സമയത്ത് മറുഭാഗത്ത് വെക്കാനുള്ള സംവിധാനം ഒട്ടും ഇൻഫെക്ഷൻ ഇല്ലാതെ അന്തരീക്ഷം ഒരുക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കണം. അതിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ അഭിവൃദ്ധിപ്പെടുത്തിയത്, അവിടെ സിസ്റ്റം ഉണ്ടാക്കിയത്. അന്ന് തന്നെ തുടങ്ങി നമ്മൾ. എന്നിട്ട് അത് പൂർത്തിയാക്കി ഡോക്ടർ സിന്ധുവിനെ മറ്റൊരു സ്ഥലത്ത് അയച്ച് 1 വർഷത്തെ പരിശീലനം ട്രെയിനിങ്ങിന് അയച്ചിട്ട് തിരിച്ച് കോട്ടയത്ത് പോസ്റ്റ് ചെയ്തു. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിലൊരു എഫേർട്ടുണ്ട്. ആ എഫേർട്ട് ജനങ്ങൾക്ക് അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല പറഞ്ഞാൽ
ഏത് മേഖലയാണ് നമ്മൾ സ്പർശിക്കാതിരുന്നത്? ആരോഗ്യ മേഖലയിൽ ഞാനതെല്ലാം വിശദീകരിച്ച് എത്രയോ മണിക്കൂർ പറയാൻ ജനം അനുഭവിക്കുന്നതാണ്. ടോട്ടൽ ട്രോമാ കെയർ സിസ്റ്റം ഇന്ന് തിരുവനന്തപുരത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൽ വലതുഭാഗത്ത് ഒരു വലിയ ട്രോമാ കെയർ എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് ഉണ്ടല്ലോ, ഡൽഹിയിലെ എയിംസിന് വെല്ലുന്നതാണത്. ഞാനങ്ങനെ പറയുമ്പോൾ ഒട്ടും അഹങ്കാരമല്ല. ഡൽഹി എയിംസിലെ ഇവിടെ ട്രോമാ കെയർ യൂണിറ്റിൻ്റെ ഹെഡ് ഡോക്ടർ സഞ്ജീവ് ബോയ്, ഞാൻ അന്ന് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾക്കൊന്നെണ്ണം ഉണ്ടാക്കണം, അതുപോലെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പൈസ ചിലവാക്കി കെട്ടിടമെടുക്കാം. പക്ഷേ എങ്ങനെയാണ് ഈ ട്രയാജ് കാര്യങ്ങളിൽ സംവിധാനം വരണം? ഇവിടെ വന്നു, ഇവിടുത്തെ ഡോക്ടർമാരെ ഇരുത്തി ചർച്ച ചെയ്തു. 3-4 വരവ് അദ്ദേഹം വന്നു ഇത് മോണിറ്റർ ചെയ്യാൻ. ഞങ്ങളോട് വണ്ടിക്കൂലി പോലും ഫ്ലൈറ്റ് ചാർജ് പോലും വാങ്ങിയിട്ടില്ല. അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നു അയാൾ ആ കാര്യത്തിൽ. അദ്ദേഹത്തിൽ സഞ്ജീവ് ബോയും തേജ് പ്രകാശും. ഞാനും പോകും അവരുടെ കൂടെ. എനിക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങളെല്ലാം പറയുന്ന ധാരണയല്ല, പക്ഷേ ഇവരുടെ കൂടെ പോയി നിന്ന് ഓരോ പാർട്ടും ഞങ്ങൾ കണ്ട് മൈക്രോ പ്ലാൻ ചെയ്തിട്ടാണ് അതുണ്ടാക്കിയത്. അത് ഉദ്ഘാടനം ചെയ്ത ഉടനെയാണ് കോവിഡ് വന്നത്. അപ്പോൾ അത് കോവിഡ് ആശുപത്രിയായിട്ട് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ ഈ രണ്ടാമത് വന്ന ഗവൺമെൻറ് LDF ഗവൺമെൻറ് ആയതുകൊണ്ട് മാത്രം അതിന് ഫങ്ഷൻ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് തന്നെ അതിനാവശ്യമായ പോസ്റ്റും ക്രിയേറ്റ് ചെയ്തു. 109 പോസ്റ്റ് ഇതിനു വേണ്ടി മാത്രം ക്രിയേറ്റ്. ഇവിടെ ആളില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പോസ്റ്റ് ക്രിയേഷൻ നടത്തിയിട്ടാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ശരിയാക്കാം. അതായത് ഡോക്ടർ ലളിതാംബിക പറയുന്നത് 5 വർഷമല്ല 50 വർഷം കിടന്നാലും ഒരു കുഴപ്പമില്ല, ആ സിസ്റ്റത്തിന് തകരാറുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും പറയാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ യോജിപ്പിലുമാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചികിത്സാ പിഴവുകൾ ഡോക്ടർമാരുടെ പേരിലല്ല അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന നിലയിലല്ല, അത് മന്ത്രിയുടെ തലയിൽ തന്നെ അടിക്കണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു രാഷ്ട്രീയം ഉപയോഗിക്കണം എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. മന്ത്രിയുടെ തലയിൽ തന്നെ അടിക്കുന്നത്, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് സിസ്റ്റത്തെ മുഴുവൻ, അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 100 കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പിഴവുണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും അത് റിപ്പോർട്ട് ചെയ്യണം, ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇത് പരിഹരിക്കണം എന്നാണ് പറയുന്നത്, സിസ്റ്റം തകരാറില്ല എന്നല്ല പറയുന്നത്. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മെഷീൻ, കിഡ്നി സ്റ്റോണിനുള്ള ഒരു മെഷീൻ കേടായപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പത്രത്തിൻ്റെ 1ാമത്തെ വാർത്തയാണ്. അപ്പോൾ നമ്മളൊക്കെ പത്രം ഉണ്ടാക്കുന്ന ആളുകളാണ്. ലോക്കൽ പേജിൽ വരും, തിരുവനന്തപുരം പേജിൽ വരും, ആരോഗ്യമന്ത്രി ആ വാർത്ത കാണണം, മുഖ്യമന്ത്രി ആ വാർത്ത കാണണം, അതിൻ്റെ പുറത്ത് നടപടിയെടുക്കണം. എന്തിനാണ് ലോകത്തിലുള്ള മുഴുവൻ മലയാളികളും ഈ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഒരു യൂണിറ്റിലെ ഒരു മെഷീൻ കേടായ കാര്യം അറിയുന്നത്? ഈ സിസ്റ്റം മുഴുവൻ എന്താവശ്യത്തിലാണ്? എനിക്കതാണ് മനസ്സിലാകാത്തത്. നിങ്ങൾ പറയൂ, ഒരാളുടെ വയറ്റിലും കത്രിക ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതിന് ഉത്തരവാദികളായ സിസ്റ്റം നന്നാക്കണമെങ്കിൽ അത് നന്നാക്കണം. നിങ്ങളെന്തിനാണ് ഈ കേരളത്തിലെ പൊതു ആരോഗ്യ സിസ്റ്റം മുഴുവൻ തകരാറിലാണെന്ന് പറയുന്നത് എന്തിനാണ്? എനിക്കതാണ് മനസ്സിലാകാത്തത്. അതിൻ്റെ പുറകിലുള്ള അജണ്ട എന്താണ്? നമ്മളെല്ലാവരും ചിലപ്പം പത്രപ്രവർത്തകർ നിലയ്ക്ക് നമ്മൾ ഗട്ടർ ഇൻസ്പെക്ഷൻ നമ്മുടെ പണിയാണ്. ഈ എവിടെയാണ് പോരായ്മ എന്നുള്ളത് തപ്പി നടക്കുക എന്നുള്ളത് നമ്മുടെ പണിയാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഉണ്ടാകാവുന്ന ഒരു പിഴവിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണം, അത് വെച്ച് നിങ്ങൾ ജനറലൈസ് ചെയ്യാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് നികേഷ്. ഈ സർക്കാർ സർവീസിൽ വർക്ക് ചെയ്തപ്പം ഡോക്ടർ പ്രൈവറ്റ് സർവീസിലാണ്, സർക്കാർ ടീച്ചർക്കും അറിയാമായിരിക്കും. എല്ലാവരും എല്ലാം തികഞ്ഞിട്ടല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാവരും നമുക്കങ്ങനെ അൺലിമിറ്റഡ് റിസോഴ്സസ് ഇല്ല. ഒരു കാര്യം കൂടിയുണ്ട്, ഈ കഴിഞ്ഞ ടീച്ചർക്ക് കുറച്ചൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഐസക്കിൻ്റെ സമയത്ത് കേന്ദ്ര സർക്കാർ കുറച്ചുകൂടെ ലിബറലായിരുന്നു. എന്തുകൊണ്ടാണ് രണ്ടാമതൊരു LDF സർക്കാർ വന്നതെന്ന് ചോദിച്ചാൽ പണം ഉണ്ടാക്കാനുള്ള വഴി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് അടച്ചു കേന്ദ്ര സർക്കാർ. എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയപ്പെടുന്ന നമ്മൾ ഈ പറയുന്ന അൺലിമിറ്റഡ് റിസോഴ്സസ് ഇല്ലെങ്കിൽ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അതിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഞാൻ പറയുന്നത് ഡോക്ടർമാർ പോലും എല്ലാ മെഷീനും എല്ലാ യൂണിറ്റിലും നിറഞ്ഞിട്ടല്ല എല്ലാവരും ചെയ്യുന്നത്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നെയാണ് ഗവൺമെൻറ് സർവീസിൽ ആൾക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൈവറ്റിൽ എങ്ങനെയാണെന്ന് എനിക്ക് ഗവൺമെൻറ് ഉറപ്പില്ല. നമ്മൾ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുക. അങ്ങനെയൊക്കെ വരുമ്പം അവരുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കാണണ്ടേ. ഈ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, ഇപ്പോൾ സമരത്തിലായിരിക്കുന്ന ഡോക്ടർമാർ പോലും അവർ സർവീസിലുള്ളപ്പോൾ അവരുടെ മുഴുവൻ എഫർട്ടും ഡെഡിക്കേഷനോടും കൂടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ സർവീസിൽ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള ഒരു ഡോക്ടറുടെ മകനോ മകളോ സ്കൂളിൽ പോയി കഴിയുമ്പോൾ
അവരോട് എന്താണ് അവരുടെ കൂടെ ഇരിക്കുന്ന കുട്ടികൾ ചോദിക്കുക, നിങ്ങൾ പൊളിഞ്ഞ സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ ആവശ്യത്തിലാണത്. മുമ്പ് KSRTC ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ജനറൽ ആശുപത്രിയിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തി അതിന് പരമാവധി വരെ എത്തിക്കാത്ത വിധത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻ ഒരു ഹോസ്പിറ്റലിൽ അത്ര ഇമ്പക്കബിളായി അത്ര കമ്മിറ്റഡ് ആയിട്ടുള്ള മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തെ നിങ്ങൾ എന്ത് ആവശ്യത്തിലാണ് ഇങ്ങനെ താറടിക്കുന്നത്? പിഴവുണ്ടെങ്കിൽ ഞാനൊരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ, അതായത് വീണ ജോർജിനെതിരെ ഒരു ആവേശപൂർവ്വം മാധ്യമങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ വീണ ജോർജ് പെർഫോം ചെയ്യുന്നതിൽ താങ്കളടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് അസൂയുണ്ടോ? ഞാനത് പറയാം. ഇവര് ഞാൻ അവരാകെ 3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അവരാദ്യം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വലിയ ക്യാമ്പയിൻ എന്നുള്ള ഒരു ചർച്ചിൻ്റെ കാൻഡിഡേറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയല്ല, CPM എന്ന് പറയുന്ന പാർട്ടി അവരെ അപ്രോച്ച് ചെയ്തതാണ്. CPM എന്ന പാർട്ടി വേറെയും മാധ്യമപ്രവർത്തകരെ അപ്രോച്ച് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഒരു ന്യൂസ് റൂമിൽ നിന്നാണ് ഞാൻ ഈ റബ്ബർ പന്ത് അടിച്ച പോലെ തിരിച്ച് ന്യൂസ് റൂമിലേക്ക് തന്നെ വന്നു. അവര് ജയിച്ചു, മന്ത്രിയായി. അപ്പൊ എനിക്കില്ലാത്ത അസൂയ എന്തിനാണ് നിങ്ങൾക്ക്? ഇത് അല്ല പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ കാണുന്നത് അവിടുത്തെ ഒരു MLA ആയിട്ടാണ്. എമ്മാതിരി ഡെഡിക്കേഷനോട് കൂടിയാണ് അവർ 5 വർഷം MLA ആയിട്ടിരുന്നത്. നമ്മളത് കണ്ടിട്ടുണ്ട്. പ്രളയത്തിന്റെ സമയത്ത് നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്. ജനങ്ങളുടെ ഒപ്പം നിന്ന് ഒരു സ്ത്രീ ഒരു സാരി എടുത്ത് മഴയത്ത് നിൽക്കുന്ന ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിന്നിട്ടാണ് അവർ 5 വർഷത്തെ സോളിഡ് ആയിട്ടുള്ള വർക്കിന് ശേഷമാണ് അവരെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. ഇതെന്തിനാ ഇത്ര അസൂയെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അവർ ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഇന്ന് അവര് എയറിൽ നിന്നിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ അവരുണ്ടായിരുന്ന പ്രൊഫഷണൽ സീനിയർ മനുഷ്യൻ എന്ന നിലയ്ക്ക് അവർ എന്നോടൊരു മിനിമം ബഹുമാനം കാണിക്കാറുണ്ട്. ഈ സാധാരണഗതിയിൽ വാർത്തകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചാൽ അവരെനിക്ക് തിരിച്ച് എന്താണ് ഞാൻ ഇന്ന് അയച്ച ഒരു മെസ്സേജിന് പോലും ലോജിക്കലല്ലാത്ത ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും 21 വെന്റിലേറ്റർ PM കെയർസ് ഫണ്ടിൽ നിന്ന് 21 വെന്റിലേറ്റർ കിട്ടിയത് 21 കേടാണ് എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിലൊരു വാർത്ത വന്നു. അപ്പം ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു. ഇതെന്താണ് ഇങ്ങനെ 21 വെന്റിലേറ്റർ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 21 കേടായിട്ടാണ് വന്നത്. ഇത് ഇത് കേൾക്കും, അതിൽ ബാക്കിയുള്ള കേൾക്കും. 21 നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സർക്കാരിൻ്റെ മെഡിക്കൽ എഞ്ചിനീയർമാർ ശ്രമിച്ചു, കമ്പനിയിൽ നിന്ന് ശ്രമിച്ചു, അവർ വന്നിട്ടും പറ്റിയില്ല. ഇതിപ്പം നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. ഒരു ജേർണലിസ്റ്റ് നിലയ്ക്ക് ഞാൻ ഇതൊന്നും തപ്പി നോക്കി വെറുതെ. ഈ PM കെയർസ് ഫണ്ടിൽ നിന്ന് വന്ന വെന്റിലേറ്റർ നോക്കുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഇങ്ങനെയുണ്ട്. ബോംബെ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ വിളിച്ച് അവിടുത്തെ ഡോക്ടർമാർ നിങ്ങളെന്താ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇത് വെന്റിലേറ്ററിൻ്റെ കേസാണ്, ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആള് മരിച്ചു പോകും, ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കും. ഫൈനാൻഷ്യൽ ടൈംസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലോകപ്രശസ്തമായ പത്രമാണ്. അതിൽ ഈ PM കെയർസ് ഫണ്ടിൻ്റെയും വെന്റിലേറ്ററിൻ്റെയും പുറകിൽ നടന്ന സ്കാമിനെ കുറിച്ച് റിപ്പോർട്ടുണ്ട്. ഞാൻ ഇവരോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളത് വാർത്തയായിട്ടെങ്കിലും മനുഷ്യരോട് പറയണം. ഇതിൻ്റെ പുറകിൽ നടന്ന ഈ വലിയ സ്കാമിൻ്റെ ഉത്തരവാദിത്വവും ശ്രീമതി വീണ ജോർജിൻ്റെ തലയിലാണ്. അതാണ് അവരുടെ പ്രശ്നം. ഈ നോക്കൂ, ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ ഇതിനകത്ത് നോക്കിയപ്പോൾ ജെമിനിയിൽ നോക്കിയപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നിക്ഷേപത്തിൻ്റെ കണക്ക് അവർക്ക് ലഭ്യമായിട്ടുള്ള ഡാറ്റ അനുസരിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട്. KKR, അതായത് കോൾബർഗ് ക്രേവിസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന അമേരിക്കൻ ആസ്ഥാനമായുള്ള വമ്പൻ നിക്ഷേപ കമ്പനി BMH ഏതാണ്ട് 2000 മുതൽ 2500 കോടി രൂപ, അങ്ങനെ 70% KKR വാങ്ങിയെടുത്തിരിക്കുന്നു. മൈത്രയിൽ, അതേ കോഴിക്കോട് തന്നെ മൈത്രയിൽ 1200 കോടി. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി 3300-3500 കോടി ഉപയോഗിച്ച് തിരുവനന്തപുരം കിംസിൻ്റെ ഓഹരി വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. TPG ഗ്രോത്തും വലിയ തോതിൽ കിംസ് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആസ്റ്റർ ഗ്രൂപ്പ് തന്നെ 2600 കോടിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കാസർഗോഡ് ആശുപത്രി നടത്തുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ടീച്ചറോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി ഇവരൊന്നും ഹോസ്പിറ്റൽ നടത്തുന്നവരല്ല. നോക്കൂ, ഇന്നിപ്പോൾ ഡോക്ടർ സുൽഫീനു അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ പറയുന്നത് ഈ വലിയ ആശുപത്രികളിൽ 65% കിടക്കകൾ വർദ്ധിച്ചു. എന്നാൽ
500-ലധികം ചെറുകിട ആശുപത്രികൾ പൂട്ടുകയും ചെയ്തു. യെസ്, എന്താണ് അതിൻ്റെ ശാസ്ത്രം? തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രമാത്രം മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രോഗാതുരത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. കാരണം പ്രത്യേകിച്ച് ലോങ് ടൈം ട്രീറ്റ്മെന്റ് വേണ്ട അസുഖങ്ങൾ. ഒന്ന്, ഒരു ഹൃദ്രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈം ട്രീറ്റ്മെന്റ് വേണം. രണ്ടാമത്തേത് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ്. എന്താ ക്യാൻസർ ട്രീറ്റ്മെന്റ് പ്രശ്നം? ക്യാൻസർ ട്രീറ്റ്മെന്റ് പണ്ടത്തേക്കാളേറെ കോസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ കീമോതെറാപ്പി എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ ബയോളജിക്കുകളുടെ ഒരു കാലഘട്ടമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് പേഴ്സണലൈസ്ഡ് മെഡിസിൻസിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ചികിത്സാ ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട് ഈ നമ്മുടെ സംസ്ഥാനത്ത്. പ്രത്യേകിച്ച് പ്രായം കൂടുന്ന ആളുകൾ കൂടി വരുന്നു. ഇങ്ങനെ ഹൃദ്രോഗവും ക്യാൻസറും കൂടി വരുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഒരു മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. എനിക്കറിയാം ഡോക്ടർ വിശദീകരിക്കുന്നതിനിടയിൽ ഒരു ഫ്ലോ നഷ്ടപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ പോലും ഇത് ഇവർക്ക് കിട്ടണമെങ്കിൽ സർക്കാർ ആശുപത്രികൾ പ്രതിസന്ധിയിലാണെന്നുള്ള തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണമോ, അതോ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലുള്ള ആളുകളെ തന്നെ ഇവർ ഷഫിൾ ചെയ്തെടുക്കുകയാണോ? ഈ 500 ആശുപത്രി ചെറുകിട ആശുപത്രികൾ പൂട്ടുന്നു, എന്നിട്ട് അത് വൻകിട ആശുപത്രികളിലേക്ക് വരുന്നു, ഒരു ബെഡിന് ഇത്ര എന്നുള്ള നിലയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയാണോ? ചെറിയ ആശുപത്രികൾ പൂട്ടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ബെറ്ററായി വരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലായിടത്തോട്ടും വളരെ ഈസി ആയിട്ട് അക്സസിബിൾ ആയിട്ടുള്ള മൾട്ടി സ്കെയർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അവിടെയാണ്. അതായത് ഇപ്പൊ നോക്കൂ, ഞാനൊരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിച്ച ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൾട്ടിനാഷണൽസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ സ്വകാര്യ കുത്തകൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാനാകുന്നില്ല. കാരണം എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പോരാ. ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ മെഡിക്കൽ രംഗത്ത് നടക്കുന്നത്. ഡോക്ടർമാർ നടത്തുന്ന ഈ ആശുപത്രികളെല്ലാം പൂട്ടിയിട്ടില്ലേ? പണ്ട് നമ്മുടെ തൊട്ടടുത്ത ഒരു ആശുപത്രി, ചെറിയൊരു ഹോസ്പിറ്റലിൽ പനിക്കും ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ധാരാളം ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലുകളൊക്കെ പൂട്ടിപ്പോയി. കാരണം നിങ്ങൾക്ക് ഒരു 5-10 കിലോമീറ്ററിനടുത്ത് നല്ലൊരു പൊതുജനാരോഗ്യ കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ കാണുന്നുണ്ട്. അവിടെ ഉള്ളപ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാൻ വളരെ ഈസി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് പേഷ്യൻസ് കൂടുന്നു. കാരണം സ്വാഭാവികമായിട്ടും ആളുകളുടെ പണലഭ്യത കൂടുന്നതിനനുസരിച്ച് ഇൻഷുറൻസ് കൂടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഈ പറയുന്ന ഈ ആരോഗ്യ മേഖല കുറച്ചും കൂടെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുകയും അവിടെ ഒരു ലാഭത്തിലുള്ള സാധ്യത കൂടുതൽ വരികയും. 6000 കോടിയാണ്. യെസ്, തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് ക്യാൻസർ എന്നതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് മാത്രം മതി. കാരണം ബയോളജിക്കൽസോട് പോയിക്കൊണ്ടിരിക്കുന്നു. ബയോളജിക്കൽസ് ആണ് ഇപ്പോൾ. കാരണം ക്യാൻസറിന് എപ്പോഴും ഒരു ഫൈറ്റ് തോൽപ്പിക്കുക എന്നുള്ളതാണ് ക്യാൻസർ ലക്ഷ്യം. പല കാര്യങ്ങളും പലപ്പോഴും സാധിക്കാറുമില്ല. പക്ഷേ എങ്കിലും ഒരു യുദ്ധം വരുമ്പോൾ നമ്മൾ എന്ത് ശക്തിയും എടുത്ത് നേരിടണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ക്യാൻസറിന്റെ കാര്യത്തിലും അതൊരു യുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് തോൽപ്പിക്കാൻ എത്രമാത്രം പൈസ മുടക്കാനും ആളുകൾക്ക് തയ്യാറാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ബയോളജിക്കൽസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ട്രീറ്റ്മെന്റ് കോസ്റ്റ് കൂടുകയും അത് ഒരു ലാഭത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പണ്ട് CML എന്ന് പറയുന്ന ഒരു ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഒരു മെഡിസിൻ ഉണ്ടാക്കിയായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ പേറ്റന്റ് അവർ മാറ്റിയില്ല. അവർ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് എവർഗ്രീനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. എവർഗ്രീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, ആ എവർഗ്രീനിങ് പ്രോസസ്സ് കൂടെ കോസ്റ്റ് ഇപ്പോഴും ഭയങ്കരമായിട്ട് കൂട്ടി കൊണ്ടുവന്നിട്ട് ഇപ്പോഴും ആ മോളിക്യൂള് പലപ്പോഴും പല ആളുകൾക്കും കിട്ടുന്നില്ല. ഇതാണ് ക്യാൻസർ തെറാപ്പിയിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴത്തേക്ക് ആ പേറ്റന്റ് മാറുന്നില്ല, പേറ്റന്റ് വേറൊരു പേറ്റന്റായി മാറുന്നു. പേറ്റന്റായി മാറിക്കഴിയുമ്പോഴത്തേക്ക് വളരെ ഹൈ കോസ്റ്റ് അവർക്ക് വിൽക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാൻസർ ആയിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വേണ്ടി വരുന്ന പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോൾ ഈ ചെറിയ സ്വകാര്യ ആശുപത്രികൾ പൂട്ടിപ്പോകുന്നു, എന്നിട്ട് വൻകിട ആശുപത്രികളിലേക്ക് ആളുകളെ എത്തിക്കുന്നു. അപ്പോൾ ചെറുകിട ആശുപത്രികൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു മിനിമം പൈസ കൊടുത്താൽ മതിയല്ലോ. അറിയുന്ന ഡോക്ടർമാരായിരിക്കും, പിന്നെ മിനിമം പണം കൊടുത്താൽ അതിനകത്ത് ചികിത്സ കിട്ടും. വലിയ ആശുപത്രികളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ റേറ്റ് കൂടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. അപ്പോൾ ആ നിലയിൽ ആളുകൾക്ക് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്ത് എന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ആളുകൾക്ക് അവരുടെ കീശ കീറുന്നു എന്നുള്ള ഒരു അവസ്ഥ വരുന്നു എന്നതാണ്.
രണ്ടാമത്തേത് വിശ്വാസ്യതയുടെ പ്രശ്നം. ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഇത് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ശസ്ത്രക്രിയയിലും ഒരു കത്രിക വെച്ച് തരും എന്നുള്ള സ്വാഭാവികമായ ആളുകൾ തെറ്റിദ്ധരിക്കുക. കാരണം അത്രയും വലിയ പ്രമാദമായ വിധത്തിൽ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, പ്രസവം കേരളത്തിൽ വലിയൊരു മാർക്കറ്റാണ് അല്ലേ? ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ പൊതുമേഖലയാണ് ആശ്രയിക്കുന്നത്. ഇതൊക്കെ സ്വകാര്യ ആശുപത്രിക്ക് കിട്ടിയാലേ ഈ 6000 കോടി മുതലാവുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ വിശ്വാസ്യത പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൂടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, കാരണം ഇങ്ങനെ വിദേശ മൂലധനം ശക്തികൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കൂടുതൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോലും ഈ സിസ്റ്റത്തെ ഈ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എൻ്റെ വ്യക്തിപരമായ ടീച്ചറെ, അതായത് ഇപ്പം ഞാനാണ് KKR എങ്കിൽ, ഞാനാണ് ബ്ലാക്ക് സ്റ്റോൺ എങ്കിൽ, അല്ലെങ്കിൽ ഞാനാണ് TPG ഗ്രോത്ത് എങ്കിൽ എന്താ ചെയ്യുക? എനിക്ക് കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നതിനാണ് താല്പര്യം. ഞാൻ UDFനെയും ഫണ്ട് ചെയ്യും, മാധ്യമങ്ങളെയും ഫണ്ട് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ആശങ്കയോടുകൂടി നോക്കുന്നുണ്ടോ? ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം UDF എല്ലാ കാലഘട്ടത്തിലും സ്വകാര്യ മേഖലയ്ക്കൊപ്പമായിരുന്നു. ഒരു ഘട്ടത്തിലും അവർ പൊതുമേഖലയെ ഉയർത്തിപ്പിടിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. കാരണം കേരളത്തിലെ UDF ആരോഗ്യമന്ത്രിമാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയ VM സുധീരന് ഓർമ്മയുണ്ടെന്നല്ലാതെ വേറൊരു മന്ത്രി ഓർമ്മയില്ല. മറ്റത് ഏത് കൊച്ചുകുട്ടിയും പറയും ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, വീണ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിരയുണ്ട് അങ്ങോട്ട്. കറക്റ്റ്. ഇത് ശരിക്കും ഒരു പൊളിറ്റിക്സ് ആണ്. ആസ് എ പൊളിറ്റീഷ്യൻ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇത് സാധാരണക്കാർക്ക് എന്ന് മനസ്സിലാവുന്നുവോ അന്നേ വഞ്ചന നമുക്ക് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളെല്ലാം പറഞ്ഞതാണ്. ഫോർ എക്സാമ്പിൾ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞില്ലേ ആസിയാൻ കരാറിലെ എല്ലാം നിബന്ധന, കാട്ട് കരാറിലൊക്കെ നിബന്ധന കാരണം ഇഷ്ടംപോലെ വിദേശത്ത് നിന്ന് റബ്ബറും സിന്തറ്റിക് റബ്ബറും ഇറക്കുമതി ചെയ്യാനിടയാകും. അയ്യോ, എന്ത് കണ്ടാലും ഇങ്ങനെ പറയും. ഇപ്പം അത് സംഭവിച്ചു. തദ്ദേശീയ റബ്ബർ പിന്നോട്ട് പോയില്ലേ? റബ്ബർ മുറിച്ച് മാറ്റി ജനങ്ങളെല്ലാം ലാഭകരമല്ല എന്ന് കണ്ടിട്ട്. സെയിം വേ ഇപ്പം ആരോഗ്യ മേഖലയാണ് കച്ചവടം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വിപുലവും ശക്തവുമായ പൊതുമേഖല ഉണ്ട്. ഒന്ന്, അതിനെ പരാജയപ്പെടുത്താതെ ഈ കച്ചവടം നടക്കില്ല. രണ്ടാമത്തത്, ഇവിടെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിരിക്കുന്നു. നേരത്തെ നികേഷ് കുമാർ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകളെ ആരോഗ്യ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നത്? ആളുകൾ പോയി പൈസ കൊടുത്താലല്ലേ ഈ സ്വകാര്യ മുതലാളിമാർക്കൊരു ബീഹാറിലെ ഗ്രാമത്തിൽ പോയിട്ടൊരു സ്വകാര്യ ആസ്പത്രി ഇതുപോലെ ഉണ്ടാക്കിയാൽ ആരാ അവിടെ കയറി ചെല്ലുന്ന ചികിത്സിക്കാൻ? ഇവിടെ അതിദാരിദ്ര്യമില്ല. ആളുകൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ആർജിച്ചിരിക്കുന്നു, നല്ല അവയർനെസ് ആരോഗ്യത്തെക്കുറിച്ചുണ്ട്. മാത്രമല്ല ഇൻ്റർനെറ്റ് ഉപയോഗം ഏറ്റവും കൂടുതലുണ്ട്. ചെറിയൊരു തലവേദന വന്നാൽ ഗൂഗിൾ ചെയ്യുകയാണ്. അപ്പോൾ അതിന് നല്ലതും ഗുണവശവും ദോഷവശവും ഉണ്ട്. അതിൻ്റെ ഒരു വശം ഇതെന്തോ മഹാവ്യാധി ആയിപ്പോയെന്ന് ഓടിച്ചെന്ന് സ്കാനിങ് യൂണിറ്റിൽ ചെല്ലും, സ്കാൻ ചെയ്യും. അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മളിവിടെ ഈ ഗവൺമെൻറ് സംവിധാനത്തിൽ ഈ സൂപ്പർ സ്കാനിങ് സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കിഫ്ബിയിൽ നിന്ന് പണം എടുത്തുണ്ടാക്കിയ ഈ വലിയ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് വെറുതെ എടുത്തു വെച്ചിട്ടുള്ള ഒരു സ്കെലിട്ടൺ കെട്ടിടമല്ല. അതിനകത്താണ് ഈ സ്കാനിങ് യൂണിറ്റുകളുള്ളത്. അവിടെ ലീനിയർ ആക്സിലേറ്റർ ഉണ്ട്, അവിടെ പിന്നെ CT സ്കാൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വന്ന് ഇതിലെല്ലാം പരിശോധിക്കാൻ ഒരു അവസരം കിട്ടുക എന്നതിൻ്റെ അതിനോടുള്ള ഒരു അസൂയ ഈ സ്വകാര്യ മേഖലയ്ക്കുണ്ട്. അതുകൊണ്ട് വലിയ സംവിധാനം ഈ മെഷീനൊക്കെ അവരുണ്ടാക്കി വെച്ചാൽ ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് ആളുകൾ കൂടുതൽ വന്നാൽ അവരുടെ കച്ചവടം നടക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? ഈ ഗവൺമെൻറ് സിസ്റ്റം ആകെ പരാജയമാണെന്ന് തെളിയിക്കണം. ഇത്രയും അസറ്റ് ഇവിടെയുണ്ട്. ഈ 52% ആളുകൾ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. അതിനെ വീണ്ടും പഴയ 30% താഴ്ത്തണം. അതിനു വേണ്ടിയാണ് ഈ പരാക്രമം മുഴുവൻ. ഒരു സംവിധാനം ആകെ തരക്കേടിലാണ്. പക്ഷെ ഞാൻ പറയുന്നത് പൊതുജനം മനസ്സിലാക്കണം. അവരുടെ തൊട്ടടുത്തുള്ള ആശുപത്രി കയറി ചെല്ലുമ്പം കാണുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. എറർ ഉണ്ടാകാം, ഇനിയും പോരായ്മയുണ്ടാകാം. ഞാൻ പറഞ്ഞല്ലോ, ഇവരിപ്പോൾ പറയുന്നുണ്ടല്ലോ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് സ്റ്റാഫ് കുറവാണ്. UDF ഉള്ള സമയത്ത് അവർക്കത് പ്രശ്നമേ ആയിരുന്നില്ല, അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. LDF വന്നപ്പോഴാണ് ഇത്രയും തസ്തിക ക്രിയേറ്റ് ചെയ്തത്. നോക്കൂ, ഈ 800 PHCകളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കാൻ ഓരോന്നിനും 5 വീതം പുതിയ തസ്തിക ക്രിയേറ്റ് ചെയ്തത്. ഒരു ഡോക്ടർ, 2 സ്റ്റാഫ് നേഴ്സ്, ഒരു ഫാർമസിസ്റ്റ്, ഒരു ലാബ് ടെക്നീഷ്യൻ. ഇത് വലിയൊരു വിപ്ലവമല്ലേ ആരോഗ്യ മേഖലയിൽ നടന്നത്?
ഇതെല്ലാം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് നിൽക്കുകയല്ലേ. എന്നാൽ പോരാ, ഇപ്പം നേരത്തെ നമ്മുടെ കത്രിക കുടുങ്ങിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു അവിടെ ഇത് ലിസ്റ്റ് ചെയ്യാനുള്ള നേഴ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മറുപടി പറയേണ്ടതില്ല. കാരണം ഒരു ടീമില്ലാതെ ഓപ്പറേഷൻ നടക്കുന്നില്ല. ഒരാളൊറ്റ സഫീഷ്യൻ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഒരു ടീമുണ്ട്. ആ ടീമിനകത്ത് ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ. ഒരു ഘടകം അതാണ്. അതിനൊരു മറുവശവും കൂടിയുണ്ട്. ഇവരെ എല്ലാം കുറ്റപ്പെടുത്തുമ്പോൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകളാണ് നടക്കുന്നത്. ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ ഇന്ന് 10 ആളുകളെ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ? വന്ന മുഴുവൻ ആളുകളും വരണ്ടേ? ഞാൻ വീണ്ടും ഡൽഹി എയിംസിലെ ട്രോമയുടെ കാര്യം പറഞ്ഞു. ഇവിടുത്തെയും പറയുമ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡൽഹിയിലെ ഡോക്ടർമാർ പറഞ്ഞു. ടീച്ചറിനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് 10,000 പേരെ ചികിത്സിക്കാനുള്ള സൗകര്യമോ ഉള്ളൂ എങ്കിൽ പോലും 1,01,000-ാമത്തെ ആളെയും ചികിത്സിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മുമ്പൊരു തവണ ഇവിടെ മെഡിക്കൽ കോളേജിൽ പ്രസവ വാർഡിൽ നിലത്ത് കിടക്കുന്നു ഗർഭിണികളും പ്രസവിച്ചവരും എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഓടി ചെന്ന് നോക്കി. അപ്പോൾ പറഞ്ഞു, ഡോക്ടർമാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ബെഡുണ്ട്, ഏറ്റവും വലിയ ബെഡ് സ്ട്രെങ്ത്താണ് അവിടെയെല്ലാം ഉള്ളത്, പ്രൈവറ്റിലൊന്നും കാണാൻ കഴിയില്ല അത്രയും ബെഡ് സ്ട്രെങ്ത്ത്. അത് നിറഞ്ഞു. ഇടത്തരക്കാരും ചിലപ്പോൾ ഉയർന്ന ഇടത്തരക്കാരും ഇവിടെ വരികയാണ്. ഇവിടെ ആകുമ്പോൾ പൈസ ഇല്ല, പൈസ ചിലവാക്കണ്ട. മറ്റേതാകുമ്പം വലിയ പ്രസവത്തിനാണല്ലോ ഏറ്റവും വലിയ ചികിത്സ, അതാണല്ലോ കച്ചവടം. അപ്പോൾ ഇവരോട് ഈ ബെഡ് ഫുള്ളാണ്, നിങ്ങൾ മറ്റ് ആസ്പത്രിയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ തൽക്കാലം നിലത്ത് വിരിച്ചിട്ട് കിടന്നോളാം, ബെഡ് ഒഴിയുമ്പം തന്നാൽ മതി. ഉപേക്ഷിക്കാൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പറ്റില്ല. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഇവിടുത്തെ ബെഡ് ഫുള്ളാണ്. അവിടെ പിന്നെ നിലത്ത് കിടത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവർക്ക് കിട്ടേണ്ട പൈസ ആ ബെഡ് കൊണ്ട് അവർ നേടിയെടുക്കും. ഇവിടെ അതല്ല, ഇവിടെ പൈസ വാങ്ങിയിട്ടല്ല നിലത്ത് കിടത്തുന്നത്. കേട്ടില്ലേ? അപ്പോൾ ഞാൻ അവിടെയുള്ള ചില പേഷ്യൻസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ നിലത്ത് കിടക്കാൻ ഇവിടെ? അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പുറത്ത് ആശുപത്രിയിൽ പോയാൽ വലിയ പൈസയാണ് മാഡം, അതുകൊണ്ട് ഇവിടെ ഇതാണ്. അത് തന്നെയാണ് വീണ ജോർജിൻ്റെ കാലത്തും ഉള്ളത്. നിലത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ യഥാർത്ഥത്തിൽ മീഡിയ ചെയ്യേണ്ടത് എന്താ? ഈ ഗവൺമെൻറ് സംവിധാനത്തിൽ ഇത്രയധികം പ്രസവം നടത്തി അവർക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇല്ലാതെ ഇത്ര കുട്ടികൾ സുരക്ഷിതമായി തിരിച്ചു പോകുന്നു എന്നല്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന മരണം സംഭവിക്കുന്നുണ്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡെലിവറി പോയിൻറ്റുകളിൽ? ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ഏറ്റവും സുരക്ഷിതം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പ്രസവിക്കാൻ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്രയോ ഉദാഹരണങ്ങൾ, ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല, പൈസ ലേശം കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിർത്തി അവിടെ ഇട്ട ആളുകളടക്കമുണ്ട് ശ്രദ്ധിക്കാതെ. അപ്പോൾ ഇവിടെ അതില്ല. ഇവിടെ പൈസ വാങ്ങേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് വരുന്ന ആളുകളെല്ലാം പ്രസവം എടുക്കുന്നു. ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര പ്രസവം എടുക്കാം? കഠിനാധ്വാനം ചെയ്യുന്നവരാണ് മഹാഭൂരിപക്ഷ ആളുകൾ ഇതിനകത്ത്. ആ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു എറർ ഉണ്ടാകാം. അപ്പോഴും നമ്മൾ ന്യായീകരിക്കുന്നില്ല. കാരണം വൈകാരികമായിട്ടാണ് എല്ലാ പ്രതികരണവും വരുന്നത്. നമ്മൾ അങ്ങനെ എറർ ഉണ്ടാവാമെന്ന് പറഞ്ഞാൽ പറയും കണ്ടോ കത്രിക വയറ്റ് കുടുങ്ങിയത് ന്യായീകരിക്കില്ല. ഒരു മനുഷ്യൻ്റെ ഒരു ഫോറിൻ പാർട്ടി ശരീരത്തിൽ എവിടെയെങ്കിലും പാർട്ടിക്കിൾ ഉണ്ടായാൽ അതിൻ്റെ ഒരു അസ്വസ്ഥത, നമുക്കൊരു ചെറിയൊരു അസ്വസ്ഥത നമ്മുടെ മൂക്കിലോ തൊണ്ടയിലോ കുടുങ്ങിപ്പോയാൽ നമ്മൾ അതുപോലെ ഒരു എന്തെങ്കിലും ഒരു സാധനം ശരീരത്തിൽ കുടുങ്ങിയാൽ അത് വിഷമം തന്നെയാണ്. അതിനേക്കാൾ വിഷമമില്ല. അത് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ആ ഒരു കേസ് വെച്ചിട്ട് അത് വെച്ചിട്ട് ഈ ഗവൺമെൻറ് സിസ്റ്റത്തിലാകെ, നേരത്തെ നികേഷ് കുമാർ ഡോക്ടറും മറ്റോ പറഞ്ഞ പോലെ ഗവൺമെൻറ് സിസ്റ്റത്തിലാകെ കത്രിക കുടുങ്ങുകയാണോ? 10,000-ങ്ങൾ ഈ ചികിത്സയും കഴിഞ്ഞ് മെച്ചപ്പെട്ട് വീട്ടിൽ പോയില്ലേ? കോടികൾ. എന്നിട്ട് അതിനെ തേച്ച് മാച്ച് കളഞ്ഞിട്ടുള്ള ഈ ആരോപണം ഞാൻ നേരത്തെ പറഞ്ഞ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്, പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊരു കത്ത് വന്നിരുന്നു, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളെ സ്വകാര്യ ഏജൻസികൾക്ക് നടത്തിപ്പിന് കൊടുക്കുന്നു എന്ന് ചോദിച്ചിട്ട്. ലെറ്റർ വന്നപാടെ തിരിച്ചയച്ചു, ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ സ്തുത്യർഹമായി പ്രവർത്തിക്കുന്ന വലിയ ഹോസ്പിറ്റലുകളാണ്, നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ പോലെയൊന്നല്ല മറ്റു പലയിടങ്ങളിലും, ഇത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ഞങ്ങളത് നടത്തിക്കും, അത് സ്വകാര്യ മേഖല കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ കത്തെഴുതലും ചോദിക്കലും നിന്നു, നേരിട്ട് പറഞ്ഞേക്കുകയാണ് സ്വകാര്യ മേഖലയിലുള്ള ആളുകളെ. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിലക്കെടുക്കാൻ ഈ ഗവൺമെൻറ് സമ്മതിക്കില്ല എന്നറിയുന്നത് കൊണ്ടാണ് ഇവിടുത്തെ സ്വകാര്യ ഹോസ്പിറ്റലുകൾ പോയത്. ഒരു പോയിൻറ്റും കൂടി പറയാം, നമ്മളെപ്പോഴും ഈ സ്വകാര്യ മേഖലയിലുള്ള ചെറുകിട ഹോസ്പിറ്റലുകളെ ഒരു സോഫ്റ്റ് കോർണറോടെ അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തോടെ കാണുന്നുണ്ട്, അതിനകത്തുള്ള പോരായ്മകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ സ്വകാര്യ ഹോസ്പിറ്റലുകൾ, ചെറുകിട ഹോസ്പിറ്റലുകൾ കൂടിയാണ് കേരളത്തിൻ്റെ ഹെൽത്ത് സിസ്റ്റം. കാരണം ഈ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം അവർ നമ്മളെ സഹായിച്ചു.
ഇവിടെ നമ്മൾ 100 ബെഡ് തരണം, 50 ബെഡ് തരണം, 10 ബെഡ് തരണം എന്ന് സ്വകാര്യ മേഖലയോട് പറഞ്ഞു, സഹകരിച്ചു. ഇനി ഈ ചെറുകിട സ്വകാര്യ ഹോസ്പിറ്റൽ പൂട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം തന്നെ വലിയ സ്വകാര്യ ഹോസ്പിറ്റൽ വന്നതിൻ്റെ അടുത്താണ് ഉണ്ടായത്. അല്ലാണ്ട് ഗവൺമെൻറ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കൊണ്ട് മാത്രമല്ലത്. പിന്നെ ഈ വരുന്ന ഈ KKR-ഉം ബ്ലാക്ക് സ്റ്റോണൊക്കെ വന്നാൽ ഈ ചെറുകിട ആസ്പത്രികളെ ഇല്ലാതാകും. അതാണ് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും. അതിനെയാണ് നമ്മൾ ആ പൊളിറ്റിക്സിനെ നമ്മൾ ശക്തമായി എതിർക്കണം. ഈവൻ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് അന്ന് പാസ്സാക്കുമ്പോൾ ചെറുകിട സ്വകാര്യ ഹോസ്പിറ്റലുകാർ വന്നിട്ട് അവരുടെ പരിഭവം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വലിയ നിബന്ധന വെക്കരുത്, ഒരു 20 ബെഡ് ഹോസ്പിറ്റൽ. പക്ഷേ സെൻട്രൽ ആക്ടിലെ ചില നിബന്ധനകൾ നമുക്ക് വെക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ടും നമ്മൾ പറഞ്ഞത് എന്താ? നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങളെ പൂട്ടിപ്പോകാൻ അനുവദിക്കില്ല. ശത്രുതാപരമായിട്ടല്ല കേരളത്തിലെ സ്വകാര്യ മേഖലയെ നമ്മൾ കാണുന്നത്. ഡോക്ടർ റൂഹ് എഴുതിയിരിക്കുന്ന ലേഖനത്തില് ഈ ആക്ട് പ്രകാരം പല ഹോസ്പിറ്റലുകളും ഇപ്പോ കിടത്തി ചികിത്സയില്ല, അത് വെറും ഒരു OP ആയി മാത്രം മാറി എന്നുള്ളത്. അത് ഈ ആക്ട് കൊണ്ടല്ല, ആക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പറയാം? 2028 ഇപ്പൊ അപേക്ഷിക്കുന്നേ ഉള്ളൂ. കോവിഡ് കാരണം അത് നിർത്തിവെച്ചു രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. പക്ഷേ രജിസ്റ്റർ ചെയ്യുമ്പം നമ്മൾ ഈ ചെറുകിട ആശുപത്രികൾക്ക് പരമാവധി സുരക്ഷ ഒരുക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് പറയുന്നത്. വീണ്ടും LDF വന്നാൽ അതിന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ കച്ചവടം ജനങ്ങൾ കാണണം. നമ്മുടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ചെറുകിട സ്വകാര്യ ഹോസ്പിറ്റലുകളും അമ്പേ തകർന്നു പോകുന്ന തീരുമാനമാണ്. ഇത് നടപ്പിലാക്കാൻ ആരാ നല്ലത്? UDF ആണ്. ഇടതുപക്ഷം ഈ ഗവൺമെൻറ് മേഖലയെ തകരാൻ അനുവദിക്കില്ല. UDF വന്നാൽ എനിക്ക് ഒരു സംശയവുമില്ല 2015 അപ്പുറത്തേക്ക് ഈ ഗവൺമെൻറ് സിസ്റ്റത്തെ അവർ തകർക്കും. ഒരു പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട്, കാരണം വെച്ചാൽ ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ കാണുകയാണെങ്കിൽ 2016 ഞങ്ങളുടെ സൊസൈറ്റി, കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ ഒരു പഠനം നടത്തി. ആ പഠനത്തിനകത്ത് അന്ന് ഏകദേശം 100ഓളം കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു. 90-100 ഇടയ്ക്ക് കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു. അന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ചികിത്സയായുള്ള പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി 75% ആളുകൾക്ക് 1 മണിക്കൂറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ 2026 വന്നപ്പോഴത്തെ ഏകദേശം 150ഓളം കാത്ത് ലാബുകളാവുകയും ഈ ചികിത്സ ഏകദേശം 95% ആളുകൾക്കും ലഭ്യമാവും. ഇത് 95% ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, മേജർ അറ്റാക്ക് ഉണ്ടായി 90% ആളുകൾക്കും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയുടെ ഇതുമായിട്ട് ഒപ്പമാണ്. അതിനകത്ത് പ്രധാനമായിട്ടും എവിടെയാണ് വന്നിരിക്കുന്നത്? പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഏത് താഴെത്തലയിലേക്ക് താലൂക്ക് ഹോസ്പിറ്റൽ വരെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ സംവിധാനം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് 95% ആളുകൾക്കും ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ആശുപത്രി, അതിൽ തൊട്ടടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാകും, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാകും, അതിനകത്ത് തന്നെ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകും, താലൂക്ക് ഹോസ്പിറ്റലുകൾ ഉണ്ടാകും. ഇത് സ്കാൻഡിനേവിയൻ കൺട്രിയിൽ ഒരു സൂചകങ്ങൾക്കൊപ്പമാണ്, വേറെങ്ങുമില്ല. അടുത്തൊരു കഥ പറയാം. ഇനി ഈ നമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ നമ്മൾ വിചാരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് ഏറ്റവും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അല്ല, 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും 4ാം സ്ഥാനവും പോലും ഒരുപക്ഷെ ഈ കേരളത്തിലെ ഒരു ജനറൽ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനായിരിക്കും. അതിനുശേഷം മാത്രമേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്ഥാനമുള്ളൂ. ഇന്ത്യയിൽ തന്നെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന 2 മെഡിക്കൽ കോളേജുകൾ, ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമാണ്. അതാണ് വസ്തുതകൾ. അവസാനമായിട്ട് KK ജേക്കബ്, നോക്കൂ, നേരത്തെ പറഞ്ഞല്ലോ വീണ ജോർജിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും റിപ്പോർട്ട് വരട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ അതിന് സമിതിയെ നിയോഗിക്കും. നോക്കൂ, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹപ്രവർത്തകരാണ് അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. ഇവരൊരിക്കലും ഒരു സഹപ്രവർത്തകനെ കുറ്റക്കാരായി കാണില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർമാർക്ക് വേറൊരു പ്രശ്നമുണ്ട്. അവർ പൂച്ച വെറ്റി കിടക്കുന്ന പോലെയാണ്. അവർക്ക് ഒരാളെപ്പോലും ശിക്ഷിക്കരുത് എന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ, പരിമിതികൾ എല്ലായിടത്തും ഉണ്ട് എന്നും ഈ പരിമിതികളിൽ പലർക്കും കൈപ്പിഴ പറ്റുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഒരാളെപ്പോലും ശിക്ഷിക്കാത്ത ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ആ സിസ്റ്റം നമുക്ക് ഉടച്ചു വാർക്കണ്ടേ എന്നൊരു ചോദ്യം ജനങ്ങളിൽ നിന്ന് വരും. അതിനകത്തൊരു പ്രശ്നമുണ്ട്. അത് അവർ ഡോക്ടർമാർ ഓണസ്റ്റായേ പറ്റും. കാരണം ഇതൊന്നും ഈ ഒരു നെഗ്ലിജൻസ് എന്നുള്ളത് മനഃപൂർവ്വമല്ലാത്ത നെഗ്ലിജൻസ് ഒന്നും ശിക്ഷയിലേക്കൊന്നും പോകില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവമൊന്നും ശിക്ഷയിലേക്കല്ലല്ലോ പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിൾ ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഭയങ്കര പ്രഷറിലൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത് നെഗ്ലിജൻസിനുള്ളൊരു എക്സ്ക്യൂസ് അല്ല. അപ്പോൾ ഒരു നെഗ്ലിജൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഫെയർ ആയിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ടാകണം. അത് ഡോക്ടർമാരെ സഹായിച്ചെങ്കിലേ പറ്റൂ. ഇപ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ
വളരെ സീരിയസ് ആയിട്ടുള്ള ശിക്ഷയും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ, ഒരു കാർഡിയോളജിസ്റ്റ് എത്ര പേരെ നോക്കും? 3 പേരെ നോക്കും, അല്ലെങ്കിൽ 4 പേരെ നോക്കും. ഇവിടെ 25 പേരെ 30 പേരെയൊക്കെയാണ് നമ്മൾ കാർഡിയോളജിസ്റ്റുകൾ നോക്കുക. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഏകദേശം ജനറൽ ഹോസ്പിറ്റൽ ഏകദേശം 200ഓളം ഒപ്പിയാണ്. അപ്പോൾ പക്ഷേ നമ്മളിത് ആരെയും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പോവല്ല. ഇത് ഈ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന, സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ മഹാവൃത്തികെട്ട അത് വേറെ കാര്യം. സിസ്റ്റം അതാണ് ഞാൻ വേറെ കാര്യം. സിസ്റ്റം എന്ന് പറയുന്നത് പരിഹസിക്കാൻ, അത് പ്രത്യേകിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് 10-200 വർഷമുള്ള, അപ്പം എത്ര ലെയറിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ഡോക്ടർമാർ ഓണസ്റ്റായി പറ്റും. ഇതിൻ്റെ അകത്ത് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായാൽ ഇങ്ങനെ വന്ന് ഇൻസെൻസിറ്റീവായിട്ട് ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് വേണ്ടത്. നമ്മൾ പത്രപ്രവർത്തകരാണ്, നമുക്കൊരിക്കലും ഇഷ്ടംപോലെ സ്റ്റാഫ് ഉണ്ടാവില്ല. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന മിനിമം സ്റ്റാഫിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ആളില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് ആരെങ്കിലും സമ്മതിക്കുമോ? ഏതെങ്കിലും വായനക്കാർ സമ്മതിക്കുമോ? ആളില്ലാത്തതുകൊണ്ട്, മറ്റേ ആൾ ലീവ് ആയതുകൊണ്ടാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയെന്ന് പറഞ്ഞ് ആരെങ്കിലും സമ്മതിക്കുമോ? പണി പോവും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ ഓണസ്റ്റായേ പറ്റൂ. അവരുടെ എഫർട്ട് സൊസൈറ്റി വില വെക്കുന്നുണ്ട്. നമ്മൾ ഡോക്ടർമാരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹാർഡ് വർക്കിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിൽ സെറ്റിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പിഴകളെ, അവർക്ക് വരുന്ന സ്ലിപ്പുകളെ അങ്ങനെ തന്നെ സൊസൈറ്റി കാണുള്ളൂ. ബട്ട് ദേ നീഡ് ടു ബി ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്. ഞങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഞാനാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് എവിടെ വരെ പോകാൻ വേണ്ടി പറ്റും? ഇത് ഡോക്ടർമാർ പറഞ്ഞെങ്കിലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റുന്നത്, കോഴിക്കോട് എനിക്ക് തോന്നുന്നത് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പോലീസിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ആ കേസ്. അങ്ങനെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇവർ തന്നെ അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഡോക്ടറെയും ജയിലിലേക്ക് അയച്ചാൽ നമ്മുടെ അടുത്ത കാലത്തൊന്നും പറ്റില്ല. ഇത്തരം പ്രശ്നങ്ങളുടെ പേരിലൊന്നും ആരും ജയിലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൽ ഡോക്ടർമാർ ഓണസ്റ്റ് ആയേ പറ്റൂ. ഗവൺമെൻറ് സിസ്റ്റത്തെ സപ്പോർട്ട്, നമ്മളിപ്പോൾ ഡോക്ടർമാരെ നമ്മൾ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. 10 വർഷം 20 വർഷം മുമ്പത്തെ പോലെ അല്ല. അവർക്ക് അത്യാവശ്യം കൊള്ളാവുന്ന സേവന വേതന വ്യവസ്ഥകളുണ്ട്. അപ്പോൾ അവരും തിരിച്ച് സൊസൈറ്റിയോട് ആ റെസ്പോൺസിബിലിറ്റിയും റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് ഞാൻ പറയില്ല, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് റിസർച്ച് ടോപ്പിക് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ഇതിൽ സമഗ്രമായി കാര്യങ്ങൾ പ്രതിപാദിക്കാൻ 3 പേർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വലിയ വിഷയമായതിനാൽ സ്വാഭാവികമായും കൂടുതൽ പറയണം എന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടായേക്കാം. എങ്കിൽ പോലും സമയപരിധി കൊണ്ട് അവസാനിപ്പിക്കാം. നോക്കൂ, എനിക്ക് രാഷ്ട്രീയ ഭേദമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ വിഷയത്തിൽ തുറന്നൊരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ഈ കാര്യത്തിൽ അനിവാര്യമായ ഒരവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് പ്രത്യേകിച്ച് 6000 കോടി റുപ്യ പരസ്യമായി, അതായത് സ്വാഭാവികമായും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ അറിയണമെന്നില്ല, പരസ്യമായി 6000 കോടി റുപ്യ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നിക്ഷേപിക്കുന്ന ആഗോള കുത്തകകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഏജൻസികൾ ഇവിടെ വരുമ്പോൾ അവരുടെ ഉദ്ദേശം ഒന്നു മാത്രമാണ്: ലാഭമെടുക്കുക എന്നുള്ളത്. അവർ ആശുപത്രി പ്രവർത്തനം നടത്തുന്നവരല്ല അമേരിക്കയിൽ. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയൊക്കെയാണോ ലാഭകരമായിട്ടുള്ള ബിസിനസ് ഉള്ളത് അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്, റിയൽ എസ്റ്റേറ്റ് പോലെ. അപ്പോൾ ആശുപത്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അവർ ഇവിടെ നിന്ന് ലാഭമെടുക്കാനാണ് വരുന്നത്. ആ ലാഭമെടുക്കണമെങ്കിൽ ഇവിടെ പൊതു ആരോഗ്യരംഗം തകരണം. അതിനുവേണ്ടി അവർ രാഷ്ട്രീയ കക്ഷികളെ, മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പൊതു ആരോഗ്യരംഗം തകരുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകണമോ എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ചാൽ മതി, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ എടുക്കേണ്ടതില്ല, ആലോചിച്ചാൽ മാത്രം മതി. ആലോചിച്ചാൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. നന്ദി ശ്രീമതി കെ ശൈലജ ടീച്ചർ, ഒപ്പം തന്നെ KG ജേക്കബ്, ഒപ്പം തന്നെ ഡോക്ടർ ജോ ജോസഫ്.